2012 നവംബർ 12. റോഡിനരികിലെ റബ്ബർ തോട്ടത്തിൽ നിന്ന് ചീവീടുകളുടെ ശബ്ദം അത്യുച്ചത്തിൽ ഉയർന്നുകൊണ്ടിരുന്നു. അതിനൊപ്പം വീശിയടിച്ചുകൊണ്ടിരുന്ന കാറ്റ് ആ അമാവാസി രാത്രിയുടെ ഭീകരത വർദ്ധിപ്പിച്ചു. ഇരുട്ടിന്റെ കമ്പളം പുതച്ചു കിടന്ന കരയെ നോക്കി കിന്നാരം പറഞ്ഞതും ഇടയ്ക്കിടെ പൊങ്ങി നിന്ന പാറക്കല്ലുകളുടെ മീതെ കയറി നൃത്തം ചെയ്തുകൊണ്ട് സുന്ദരിപ്പുഴ അനുസ്യൂതമൊഴുകിക്കൊണ്ടിരുന്നു. സമയം കടന്നു പോകുന്തോറും ഇരുട്ടിനും തണുപ്പിനും കനം വെച്ചുകൊണ്ടിരുന്നു. സുന്ദരിപ്പുഴയുടെ തീരത്ത് നിന്ന് അല്പം മുകളിലേക്ക് മാറി നിന്നിരുന്ന റോഡിൽ ആ ഇരുട്ടിലും തണുപ്പിനെ വകവയ്ക്കാതെ രണ്ട് മനുഷ്യരൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് ആ രൂപങ്ങൾ മെല്ലെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. കെവിനെ, ഇതൊരുമാതിരി കോപ്പിലെ പണിയായി പോയി കേട്ടോ. സെക്കൻഡ് ഷോയ്ക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പ്രേതപ്പടത്തിന് കയറ്റിയേക്കുന്നു. നീ എന്തിനാടാ അനീഷെ പേടിക്കുന്നേ? അതൊരു സിനിമയല്ലേ? ഓ പിന്നെ, പാതിരാത്രി കാണാൻ പറ്റിയ പടമാണല്ലോ. ആ തിയേറ്ററിലെങ്ങാനും കിടന്നിട്ട് രാവിലെ പോന്നാ മതിയായിരുന്നു. കെവിന്റെ കയ്യിലെ പിടുത്തം ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് അനീഷ് പറഞ്ഞു. പ്രേതപ്പടം പാതിരാത്രി കാണാനുള്ളതാടാ. അതിന്റെ ഒരു സുഖം വേറെയാ. ഇപ്പോ നമ്മൾ അത് ശരിക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അവന്റെ ഒരു വർത്താനം. വേഗം നടക്കടാ. അനീഷിന്റെ ആട്ട് കെവിന്റെ ഉള്ളിൽ ചിരി പടർത്തി. അവൻ നടത്തം നിർത്തി പോക്കറ്റിനുള്ളിൽ നിന്ന് 2 സിഗരറ്റ് എടുത്ത് കത്തിച്ച ശേഷം ഒരെണ്ണം അനീഷിന് നേർക്ക് നീട്ടി. ആ സുഹൃത്തുക്കൾ സിഗരറ്റ് പുകച്ച് തള്ളിക്കൊണ്ട് നടക്കാൻ ആരംഭിച്ചതും റബ്ബർ മരങ്ങളെ പിടിച്ചുലച്ചുകൊണ്ട് ഒരു കാറ്റ് പുറത്തേക്ക് പാഞ്ഞു. അവരെ ഇരുവരെയും തഴുകിക്കൊണ്ട് ആ കാറ്റ് സുന്ദരിപ്പുഴയുടെ അതിരങ്ങൾ നുകരാൻ തന്റെ യാത്ര തുടർന്നു. ഈ കാറ്റ്, ഇത് ശരിയല്ല. വാടാ, നമുക്ക് ഓടാം. എന്തോ കുഴപ്പമുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്റെ പൊന്നു മച്ചാനെ, നല്ല മഴക്കാറുണ്ട്. അതിൻ്റെയായി കാറ്റൊക്കെ. നിന്റെ പേടി അപാരം തന്നെ. അതല്ലടാ, നീയൊന്ന് ശ്രദ്ധിച്ചേ. എന്തോ ചീഞ്ഞളിഞ്ഞ നാറ്റം വരുന്നില്ലേ? നമ്മളിപ്പോൾ നിൽക്കുന്നത് സുന്ദരിപ്പുഴയുടെ കൈവരിയായ കൊച്ചു സുന്ദരി ഒഴുകുന്ന വഴിയിലെ കലിങ്കിന്റെ മുകളിലാ. ഉള്ള കോഴി വേസ്റ്റൊക്കെ ആളുകൾ ഇവിടെയല്ലേ കൊണ്ടു തള്ളുന്നത്. അതിന്റെ മണം കാറ്റടിച്ചപ്പോ പൊങ്ങിയതാടാ. കെവിന്റെ വാക്കുകൾക്ക് അനീഷിന്റെ ഉള്ളിലെ ഭയത്തെ അകറ്റാനായില്ല. അതല്ലടാ, നമ്മൾ പോകുന്ന വഴിക്കല്ലേ താത്തക്കടവ്. ഈ സമയത്ത് എങ്ങനെ അതിലൂടെ പോകുമടാ? എനിക്ക് പേടിയായിട്ട് വയ്യ. ഓ പിന്നെ, വള്ളിനിക്കറിട്ടോണ്ട് നടക്കാൻ തുടങ്ങിയ കാലത്ത് കേൾക്കുന്ന ഒരു കഥ. അതിനപ്പുറത്ത് ഒന്നുമില്ല. അവന്റെ ഒരു താത്തയും കടവും. ചുമ്മാ പിള്ളേരെ പേടിപ്പിക്കാൻ ആരോ പറഞ്ഞുണ്ടാക്കിയ ഒരു കഥയും വിശ്വസിച്ച് നടക്കുന്ന നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. കെവിൻ പറഞ്ഞു നിർത്തിയതും ഭൂമി കുലുങ്ങുമാർ ഉച്ചത്തിൽ ഇടിനാദം അവിടെ മാകി മുഴങ്ങി. മിന്നൽ പിണരുകൾ ആകാശത്തു നിന്ന് കൈനീട്ടി സുന്ദരിപ്പുഴയുടെ കുലുസിട്ട പാദങ്ങളെ ചുംബിച്ചു. പതിവിലും ശക്തിയായി വീശിയടിച്ച കാറ്റിന് അകമ്പടി സേവിച്ചുകൊണ്ട് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് ആഞ്ഞുപതിക്കാൻ തുടങ്ങിയതും തന്ത്രി നാടി ഞരമ്പുകളാകെ വല്ലാത്തൊരു തരിപ്പ് പടർന്നു കയറിയതുപോലെ അനീഷിന് തോന്നി. കെവിന്റെ കയ്യിലെ പിടിവിട്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് അവൻ ഇരുൾ മൂടിയ റോഡിലൂടെ അതിവേഗം ഓടാൻ തുടങ്ങി. മഴ കെടുത്തിയ സിഗരറ്റ് താഴെയിട്ട ശേഷം കെവിനും അവനു പിന്നാലെ ഓടാൻ തുടങ്ങി. മഴ കാഴ്ചയെ മറച്ചു തുടങ്ങിയെങ്കിലും തന്റെ കൂട്ടുകാരനോടൊപ്പം എത്താൻ കെവിൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഓട്ടത്തിനിടയിലും കെവിന്റെ ശ്രദ്ധയെ ആകർഷിച്ചത് പടിക്കെട്ടുകൾ ഇറങ്ങി ചെല്ലുന്ന കടവിൽ പേമാരിയെയും കാറ്റിനെയും കൂസാതെ തെളിഞ്ഞു നിന്ന റാന്തൽ വിളക്കിന്റെ നനുത്ത പ്രകാശമായിരുന്നു. ആശ്ചര്യത്തോടൊപ്പം ഭയവും അവന്റെ ഉള്ളിൽ പടർന്നു കയറാൻ തുടങ്ങി. കടവിലെ വെളിച്ചത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഓടിക്കൊണ്ടിരുന്ന കെവിൻ മുന്നിൽ നിന്ന മനുഷ്യരൂപത്തിൽ തട്ടി ഒരലർച്ചയോടെ നിലത്തേക്ക് വീണു. കെവിനെ! ആ രൂപത്തിൽ നിന്നുയർന്ന ശബ്ദം മഴത്തുള്ളികൾക്കിടയിലൂടെ കെവിന്റെ ചെവിയിൽ വന്നു പതിച്ചു. ആ, നീയായിരുന്നു. നിലത്ത് കിടന്ന് പിറുപിറുത്തുകൊണ്ടിരുന്ന കെവിന് നേർക്ക് അനീഷ് കൈനീട്ടി. അല്പനേരത്തേക്ക് പിരിഞ്ഞ ആ കൂട്ടുകാരുടെ കരങ്ങൾ വീണ്ടും ഒന്നായി. മഴവെള്ളം കുത്തിയൊലിച്ചുകൊണ്ടിരുന്ന റോഡിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ട് എഴുന്നേറ്റ കെവിൻ ഒരു പ്രതിമ കണക്കെ നിന്ന് അനീഷിന്റെ തോളിൽ തട്ടി വിളിച്ചു. അനീഷ് മറുപടിയൊന്നും പറയാതെ തങ്ങൾ പിന്നോട്ട് വന്ന വഴിയിലേക്ക് കൈ ചൂണ്ടി. കെവിൻ മെല്ലെ തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കിയതും അവന്റെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞു. ഇരുവരും കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് പരസ്പരം നോക്കി. അതെന്താ കേടാത്തത്? കെവിന്റെ ചോദ്യത്തിന് മറുപടിയായി ആ പ്രകൃതിയെ പ്രകമ്പനം കൊള്ളിച്ച ഇടിനാദത്തിന് അകമ്പടി കണക്കെ മിന്നൽ പിണരുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ ഒരു നിമിഷത്തിലെ വെളിച്ചത്തിൽ കടവിലേക്കിറങ്ങുന്ന ആദ്യത്തെ പടിക്കെട്ടിൽ കയ്യിൽ കെടാത്ത റാന്തലും ഉയർത്തിപ്പിടിച്ച് തലയിൽ തട്ടമിട്ട ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപം അവർക്ക് മുമ്പിൽ തെളിഞ്ഞു വന്നു.
താത്ത. വിറയാർന്ന ശബ്ദത്തിൽ അനീഷ് പറഞ്ഞൊപ്പിച്ചതും കെവിന്റെ ഉള്ളിലെ ഭയത്തിന്റെ വിത്ത് മെല്ലെ ഒരു മരമായി മാറാൻ തുടങ്ങി. ഓടിക്കോടാ. ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനീഷ് കെവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കാതെ ആ കൂട്ടുകാർ അതിവേഗം വീടിനെ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരുന്നു. ആ കൂട്ടുകാർ പോയെന്നുറപ്പിച്ച ശേഷം തലയിലെ തട്ടമൊന്ന് വലിച്ചിട്ടുകൊണ്ട് പ്രാന്തൽ വിളക്കുമായി ആ സ്ത്രീരൂപം മെല്ലെ പടവുകളിറങ്ങി സുന്ദരിപ്പുഴയുടെ മാറിലേക്ക് ഊളിയിട്ടു. രാത്രിയിൽ നിർത്താതെ പെയ്ത മഴ പ്രഭാതത്തെ കൂടുതൽ തണുപ്പുള്ളതാക്കിയതായി വർക്കിക്ക് തോന്നി. ഒരു ബീഡിക്ക് തീ കൊടുത്ത ശേഷം അയാൾ ഉമ്മറത്തിരുന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് അപ്പോഴും പുറത്തു വരാതെയിരുന്ന സൂര്യനെ തിരഞ്ഞ് ആകാശത്തേക്കൊന്ന് നോക്കി. ആ കുടിലിനു മുന്നിലെ ബൾബിന്റെ അരണ്ട വെളിച്ചത്തിൽ ഒരു കുട്ടിച്ചാത്തനെ പോൽ കാലുകൾ പിണച്ച് കസേരയുടെ മുകളിൽ വെച്ചുകൊണ്ട് അയാൾ അരികിലിരുന്ന പാത്രത്തിൽ താളം പിടിക്കാൻ ആരംഭിച്ചു. അയാളുടെ താളം പിടിക്കൽ കേട്ട് ഉറക്കം നഷ്ടപ്പെട്ട മരിയ എഴുന്നേറ്റ് പായയിൽ തന്നെ ഇരുന്ന് അഴിഞ്ഞുകിടുന്ന മുടി മാടിയൊതുക്കി പിന്നിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പൊന്നു മനുഷ്യ, ആ അവതാളൊന്ന് നിർത്തുവോ? പിള്ളേരെ കൂടി എണീപ്പിക്കാതെ നിങ്ങൾക്കിനി സമാധാനം കിട്ടത്തില്ലായിരിക്കും. മരിയ മെല്ലെ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് ചെന്ന് അവിടെ ഒരു ബക്കറ്റിലിരുന്ന തണുത്ത വെള്ളം മുഖത്തേക്ക് തെളിച്ചു. എന്നാ ഒക്കെ പറഞ്ഞാലും നിന്നെ ഇങ്ങനെ കൊട്ടിയെഴുന്നേൽപ്പിക്കാൻ നല്ല സുഖവാ. അതല്ലേയോടി നമ്മുടെ സ്നേഹത്തിന്റെ ഒരിത്. ദേ മനുഷ്യ, എന്തും രാവിലെ എന്റെ വായിന്ന് കിട്ടിയില്ലെങ്കിൽ ചായ ഇറങ്ങത്തില്ലായിരിക്കും. നിങ്ങൾ തൊഴുത്തിലോട്ട് ചെല്ല്, ഞാനിപ്പോ ചായ എടുക്കാം. മരിയയുടെ വാക്കുകളിൽ ദേഷ്യം കലർന്ന സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു. കയ്യിലിരുന്ന ബീഡി നനഞ്ഞ മുറ്റത്തേക്കിട്ട ശേഷം അതുവരെ താളം പിടിക്കാൻ ഉപയോഗിച്ച പാത്രവും എടുത്തുകൊണ്ട് അയാൾ നനഞ്ഞു കുഴിഞ്ഞ മണ്ണിലൂടെ തൊഴുത്തിനെ ലക്ഷ്യമാക്കി നടന്നു. സമയം കടന്നു പോകുന്നതിനോടൊപ്പം അടുക്കളയിലെ പാത്രങ്ങളുടെ സംഗീതവും ഉച്ചസ്ഥായിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. എടിയേ, ചായ ആയില്ലേ? നിറഞ്ഞ പാൽപാത്രം ഉമ്മറത്തേക്ക് വെച്ചുകൊണ്ട് അയാൾ ഉറക്കെ ചോദിച്ചു. നനഞ്ഞിരുന്ന വലതു കൈ നൈറ്റിയിൽ തുടച്ചുകൊണ്ട് മറുകൈയിൽ ആവി പറക്കുന്ന ചായ നിറഞ്ഞ ഗ്ലാസുമായി മരിയ ഉമ്മറത്തേക്ക് ഓടിയെത്തി. മറ്റൊരു ബീഡിക്ക് തീ കൊടുത്ത ശേഷം അയാൾ ആ ചായ ഗ്ലാസ് വാങ്ങി ചുണ്ടോട് ചേർത്തു. ചൂട് ചായ ഊതി കുടിച്ചുകൊണ്ട് അയാൾ കാലിയായ 2 പാൽപാത്രങ്ങളെടുത്ത് ഒന്നിന്റെ മൂടി മാറ്റി. ചുണ്ടിലിരുന്ന ബീഡി മുറ്റത്തേക്ക് തുപ്പിയ ശേഷം വർക്കി പകുതിയായ ഗ്ലാസ് കസേരയിലേക്ക് പ്രതിഷ്ഠിച്ചു. നിറഞ്ഞിരുന്ന പാത്രത്തിൽ നിന്ന് അയാൾ പാല് കാലിയായ മറ്റൊരു പാത്രത്തിലേക്ക് അളന്നൊഴിക്കാൻ തുടങ്ങി. ആ പാത്രം പകുതി നിറഞ്ഞതും അയാൾ 2 പാത്രങ്ങളും മുറുക്കി അടച്ച ശേഷം ഒരു കൈയിൽ കാലിയായ പാത്രവും മറ്റൊരു കൈയിൽ തോർത്തും സോപ്പും എടുത്ത് ആ ഇരുട്ടിലൂടെ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. ഇടവഴിയിലൂടെ നടന്നു നീങ്ങിയ ആ ചെളിപുരണ്ട കാലുകളുടെ യാത്ര അവസാനിച്ചത് താത്തക്കടവിന്റെ മുന്നിലായിരുന്നു. വർക്കി മെല്ലെ പടവുകളിറങ്ങി സുന്ദരിപ്പുഴയിലേക്ക് കാലെടുത്തു വെച്ചു. സുന്ദരിപ്പുഴയിലെ ഓളങ്ങൾ അയാളുടെ കാലുകളിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. ആ തണുപ്പ് ആസ്വദിച്ച് അല്പനേരം നിന്ന ശേഷം അയാൾ കുനിഞ്ഞ് അല്പം വെള്ളം കോരിയെടുത്ത് മുഖത്തേക്ക് തളിച്ചു. പിന്നിലിരുന്ന പാത്രമെടുത്ത് വെള്ളത്തിലൊന്ന് മുക്കിപ്പിടിച്ച് അതിലേക്ക് കൈയിട്ട് കഴുകാൻ തുടങ്ങി. പാത്രം കഴുകലിനിടയിലും അയാൾ പടവിന് മുകളിലെ റോഡിലേക്ക് ഇടയ്ക്കിടെ തലച്ചരിച്ചു നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടിരുന്നു. കഴുകി വൃത്തിയാക്കിയ പാത്രത്തിൽ 3/4 ഭാഗത്തോളം വെള്ളം നിറച്ച് പടവിലേക്ക് താങ്ങി വെച്ച ശേഷം ഭദ്രമായി അടച്ചു. മെല്ലെ നിവർന്നു നിന്ന് മുണ്ടും അടിവസ്ത്രവും അഴിച്ചുമാറ്റി പടവിലേക്ക് വെച്ച ശേഷം അരയിൽ തോർത്തും ചുറ്റിക്കൊണ്ട് അയാൾ സുന്ദരിപ്പുഴയുടെ കൈകളിലേക്ക് കുതിച്ചു ചാടി. അല്പദൂരം സുന്ദരിപ്പുഴയോടൊപ്പം കിന്നാരം പറഞ്ഞ് നീന്തിയ ശേഷം വർക്കി വിറയലോടെ കരയിലേക്ക് കയറി നിന്ന് ശരീരമാകെ സോപ്പിട്ട് പതപ്പിച്ചു. ശേഷം അയാൾ കടവിലേക്കിറങ്ങി ഒന്നുകൂടെ മുങ്ങി നിവർന്നു. അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിന്ന് തോർത്തഴിച്ച് അയാൾ ശരീരമാകെ തുടയ്ക്കാൻ ആരംഭിച്ചതും സുന്ദരിപ്പുഴയിൽ നിന്ന് എന്തോ ഒന്ന് അയാളുടെ ഇടുപ്പിൽ മെല്ലെ തോണ്ടാൻ തുടങ്ങി. മഴ പെയ്തപ്പം ഇറങ്ങിയേക്കുവാണല്ലേ, ഞാൻ വലയും കൊണ്ട് വരുന്നുണ്ട്, അന്ന് തീരും നിങ്ങളുടെ ഈ ഇക്രിയാക്കൽ. അയാൾ തമാശ രൂപേണ പിറുപിറുത്തെങ്കിലും പെട്ടെന്ന് ഭാവത്തെ മാറ്റി മണം പിടിച്ചുകൊണ്ട് ചുറ്റിനും നോക്കാൻ തുടങ്ങി. എന്തോ ഒന്ന് തനിക്കരികിൽ ചീഞ്ഞു നാറുന്നതായി അയാൾക്ക് തോന്നി. വർക്കി ദേഷ്യത്തോടെ അരയിൽ തോണ്ടിക്കൊണ്ടിരുന്ന വസ്തുവിനെ നോക്കി ആഞ്ഞു കൈവീശി. അയാളുടെ കൈ ആ വസ്തുവിൽ കൊണ്ടതും ദുർഗന്ധം വർക്കിയുടെ മൂക്കിലേക്ക് ഇരച്ചു കയറി. ചത്ത മീനാണെന്ന് തോന്നുന്നു. പിറുപിറുത്തുകൊണ്ട് അയാൾ കൈകുടഞ്ഞ ശേഷം ആ വസ്തുവിനെ ഒഴുക്കുള്ള ഭാഗത്തേക്ക് ആഞ്ഞു തള്ളിയെങ്കിലും ചീഞ്ഞ മാംസത്തിൽ വിരലുടക്കി അത് അയാൾക്കരികിൽ തന്നെ നിന്നു. ഇരട്ടിച്ച ദേഷ്യത്തോടെ അയാൾ അതിനെ അരികിലേക്ക് വലിച്ചെറിയാൻ
കയ്യിലെടുത്തെങ്കിലും അതിന്റെ ഭാരം വർക്കിയെ അതിൽ നിന്നെല്ലാം വിലക്കി. മറുകൈകൊണ്ട് മൂക്ക് പൊത്തിയ ശേഷം അയാൾ ആ വസ്തുവിലേക്ക് സൂക്ഷിച്ചു നോക്കി. അരണ്ട പ്രകാശത്തിൽ തന്റെ കയ്യിലിരുന്നത് ഒരു മനുഷ്യന്റെ ചീഞ്ഞളിഞ്ഞ കാലായിരുന്നുവെന്ന തിരിച്ചറിവ് വർക്കിയുടെ ഉള്ളിൽ ഇടിമിന്നൽ പോലെ ആഴ്ന്നിറങ്ങി. ഒന്നും നിലവിളിക്കാൻ പോലുമാകാതെ അയാൾ ബോധരഹിതനായി പടിക്കെട്ടിലേക്ക് വീണു. അടുക്കളയിലെ തിരക്കൊഴിഞ്ഞതും മരിയ മുറ്റത്തേക്കൊന്ന് പാളി നോക്കിയെങ്കിലും ഭർത്താവിനെ കാണാതെ നിരാശയോടെ തലതിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെവിടെ പോയി കിടക്കുവാണാവൂ? ഡാ കെവിനെ, മതി, എണീക്ക്. വെള്ളമെടുക്കാൻ പോയ നിന്റെ അപ്പനെ നാട്ടുകാർ പിടിച്ചെന്ന് തോന്നുന്നു. കെവിനെ, ഡാ. തലേ രാത്രിയിലെ സിനിമയുടെ ക്ഷീണത്തിൽ പരിസരം മറന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന കെവിനെ ഉണർത്താൻ തക്ക ഉച്ചത മരിയയുടെ ശബ്ദത്തിനുണ്ടായിരുന്നില്ല. അവളൊരു ഗ്ലാസ് ചായയുമായി അവനരികിൽ ചെന്ന് ശക്തിയായി കെവിനെ പിടിച്ചു കുലുക്കി. അമ്മയുടെ വിളിക്ക് കീഴടങ്ങാനുള്ള മനസ്സില്ലാതെ അവൻ പുതപ്പു വലിച്ച് തലവഴിയിട്ടുകൊണ്ട് പായയിൽ ചുരുണ്ടുകൂടി. മരിയ ദേഷ്യത്തോടെ പുതപ്പ് വലിച്ചു മാറ്റിയ ശേഷം അവന്റെ മുതുകിൽ ആഞ്ഞു തട്ടി. അയ്യോ താത്ത! ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് കെവിൻ കിടപ്പായിൽ നിന്ന് ചാടി എഴുന്നേറ്റു. താത്തയല്ലടാ, തള്ളയാ. ഇന്നാ ഈ ചായ കുടിച്ചിട്ട് നീ പോയി അപ്പനെ നോക്ക്. രാവിലെ പോയതാ വെള്ളമെടുക്കാൻ, ഇതുവരെ വന്നിട്ടില്ല. ചായ ഗ്ലാസ് അവന്റെ നേർക്ക് നീട്ടിക്കൊണ്ട് മരിയ പറഞ്ഞു. അപ്പം പോയത് താത്തക്കടവിലേക്കല്ലേ? വിറയാർന്ന ശബ്ദത്തോടെ കെവിൻ ആരാഞ്ഞു. മരിയ അതേന്ന് തലയാട്ടി. തലേ രാത്രിയിൽ മിന്നലിന്റെ വെട്ടത്തിൽ കണ്ട സ്ത്രീരൂപം വെള്ളിടി പോലെ അവന്റെ മനസ്സിലൂടെ പാഞ്ഞു. പിശാചിനെ കണ്ട പോലെ ആ മുഖം വിളറി വിളിക്കാൻ തുടങ്ങി. ചായ ഗ്ലാസ് താഴെ വെച്ച ശേഷം കെവിൻ തന്റെ 2 കൈകളും കൊണ്ട് നെഞ്ചോട് ചേർത്ത് കിടന്ന കൊന്തയിൽ മുറുകെ പിടിച്ചു. എന്നതാടാ നോക്കിയിരിക്കുന്നേ? പോയിച്ചും വാ. കെവിനെ! അനീഷിന്റെ വിളി കേട്ട് കെവിൻ തലയുയർത്തി ജനാലയിലൂടെ മുറ്റത്തേക്ക് നോക്കി. വെപ്രാളപ്പെട്ട് ഓടിവരുന്ന കൂട്ടുകാരനെ കണ്ട് അവൻ അഴയിൽ നിന്നൊരു ഷർട്ടും എടുത്തിട്ടുകൊണ്ട് ഉമ്മറത്തേക്കിറങ്ങി. എന്നതാടാ രാവിലെ തന്നെ ഇത്ര വെപ്രാളം? എടാ, നിന്റെ അപ്പൻ താത്തക്കടവിൽ ബോധമില്ലാതെ കിടപ്പുണ്ട്. കിതപ്പിനിടയിലും അനീഷ് ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി നിലവിളിയോടെ മരിയ താത്തക്കടവ് ലക്ഷ്യമാക്കി പായാൻ തുടങ്ങി. പിന്നാലെ കെവിനും അനീഷും. എന്താണ് സംഭവിച്ചതെന്നറിയാനുള്ള ആകാംക്ഷയിൽ ജനങ്ങൾ പോലീസിനെ പാടെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് തള്ളിക്കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വെളുത്ത കയ്യറ ധരിച്ച ഇടതുകൈയിലെ പ്ലാസ്റ്റിക് ബാഗിൽ വർക്കിയുടെ കയ്യിൽ നിന്നും ലഭിച്ച കാലുമായി ഒരു സ്ത്രീ മെല്ലെ പടവുകൾ കയറാൻ തുടങ്ങി. കറുത്ത നിറമുള്ള നീണ്ട വസ്ത്രമണിഞ്ഞ ആ സ്ത്രീയെ നാട്ടുകാർ കൗതുകത്തോടെ നോക്കി നിന്നു. ഇത് കാണാനാണോ എല്ലാവരും ഇങ്ങനെ തിക്കിത്തിരക്കുന്നത്? അവൾ മെല്ലെ തന്റെ കയ്യിലിരുന്ന ബാഗ് നാട്ടുകാർക്ക് മുന്നിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉറക്കെ ചോദിച്ചു. ചീഞ്ഞഴിഞ്ഞ മാംസം അടർന്നു വീഴാറായ ആ കാലുകണ്ട് നാട്ടുകാരിൽ പലരും ഓക്കാനത്തോടെ തലതിരിച്ചു. ചെറുപുഞ്ചിരിയോടെ കയ്യിലെ ഭാരവുമായി അവൾ ആൾക്കൂട്ടത്തിനിടയിലൂടെ ജീപ്പിനരികിലേക്ക് നടന്നു. ആളുകൾ അറപ്പോടെ അവൾക്ക് വഴിമാറിക്കൊടുത്തു. തന്റെ കയ്യിലിരുന്ന തെളിവ് ജീപ്പിനുള്ളിലേക്ക് വെച്ച ശേഷം പുഴയിൽ തിരച്ചിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പോലീസുകാരെ നോക്കിക്കൊണ്ട് അവൾ ജീപ്പിന്റെ ബോണറ്റിൽ ചാരി നിന്നു. ഇച്ചായ! അകലെ നിന്നുയർന്ന ശബ്ദം ആ സ്ത്രീയുടെ ശ്രദ്ധയാകർഷിച്ചു. കടവിനരികിൽ നിന്ന് കണ്ണീർ തുടച്ചുകൊണ്ട് ഇതപ്പോടെ മരിയ താഴേക്ക് നോക്കി. താഴെ പോലീസുകാരെ മാത്രം കണ്ട മരിയയുടെ ഉള്ളൊന്നു കാളി. മരിയെ, പേടിക്കാനൊന്നുമില്ല. അദ്യാനെ പോലീസുകാർ നേരത്തെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആൾക്കൂട്ടത്തിൽ ഏറ്റവും പിന്നിലായി നിന്നിരുന്ന അനീഷിന്റെ അമ്മ നന്ദിനിയുടെ വാക്കുകൾ മരിയയെ അല്പം ഒന്ന് ആശ്വസിപ്പിച്ചു. ഡാ അനീഷേ, പോയൊരു ഓട്ടോ വിളിച്ചോണ്ട് വാ, ഞങ്ങൾ ആശുപത്രി വരെ ഒന്ന് പോയിട്ട് വരാം. അമ്മയുടെ ആജ്ഞ കേട്ടതും അനീഷ് കവല ലക്ഷ്യമാക്കി പാഞ്ഞു. താത്ത ചതിച്ചല്ലോ കർത്താവേ. മുടിനാടിയിരിക്ക അനീഷും ഞാനും ചാകാതെ രക്ഷപ്പെട്ടത്. കെവിൻ മെല്ലെ തലയുയർത്തി കടവിലേക്ക് നോക്കിക്കൊണ്ട് പിറുപിറുത്തു. അത് കേട്ടതും അവൻ അരികിൽ നിന്നവർ ദേഷ്യത്തോടെ തലതിരിച്ച് അവനെ നോക്കി ഒരേ സ്വരത്തിൽ പറഞ്ഞു, താത്ത കൊല്ലാറില്ല. കെവിൻ ഞെട്ടലോടെ പിന്നിലേക്ക് നീങ്ങിക്കൊണ്ട് നാട്ടുകാരെ ഭയത്തോടെ നോക്കി. എന്താ അവിടെ? ജീപ്പിനരികിൽ നിന്ന സ്ത്രീയുടെ ശബ്ദമുയർന്നതും നാട്ടുകാർ മൗനികളായി കടവിലേക്ക് തന്നെ ഉറ്റുനോക്കി. എന്തോ നിശ്ചയിച്ചുറപ്പിച്ചത് കണക്കെ കെവിൻ ജീപ്പിനരികിലേക്ക് നടന്ന് മടിച്ച് മടിച്ച് ആ സ്ത്രീയെ അഭിസംബോധന ചെയ്തു. എന്താടോ അവിടെ ഒരു ബഹളം? മാഡം,
എൻ്റെ അപ്പൻ രാവിലെ ഇവിടെ കുളിക്കാൻ വന്നിരുന്നു. കുളിക്കാനോ അതോ പാലിലൊഴിക്കാൻ വെള്ളമെടുക്കാനോ? ആ ചോദ്യം കേട്ട് ഇളിഞ്ഞ ചിരിയോടെ തലചൊറിഞ്ഞുകൊണ്ട് കെവിൻ തുടർന്നു. അത് പിന്നെ മാഡം, ഇന്നലെ ഞാനും എൻ്റെ കൂട്ടുകാരൻ അനീഷും കൂടെ പടത്തിന് പോയിട്ട് ഈ വഴിക്കാ വന്നത്. അപ്പോഴേ എന്തോ ചീഞ്ഞു നാറുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയതാ. പക്ഷേ മഴയായതുകൊണ്ട് ഞങ്ങൾ ഓടി. ആ ഓട്ടത്തിനിടയിൽ ഞങ്ങളൊരു കാഴ്ച കണ്ടു. റാന്തൽ വിളക്കും കയ്യിലേന്തി നിന്ന താത്തയെ. താത്തയോ? അതാരാ? ആ സ്ത്രീ ചോദിച്ചു തീരും മുൻപേ ആൾക്കൂട്ടത്തിന്റെ ബഹളങ്ങൾക്കിടയിലൂടെ ദുർഗന്ധം വമിക്കുന്ന കൂറ്റൻ ചാക്കുകെട്ടുമായി ഒരു കൂട്ടം പോലീസുകാർ ജീപ്പിന് അരികിലേക്കെത്തി. കെവിൻ മൂക്ക് ചുളിച്ചുകൊണ്ട് വെള്ളമേറ്റ് വീഴുന്ന ചാക്കുകെട്ടിലേക്ക് നോക്കി നിന്നു. എന്താ സാറേ, കഴിഞ്ഞോ? എന്തു പറയാനാ മാഡം, ഒടുക്കത്തെ പണിയായിപ്പോയി. കണ്ടിട്ട് നല്ല പഴക്കുണ്ട്. ഇനിയിപ്പോ മാഡത്തിനാ പണി. തലേന്ന് പറയാൻ അത്രയ്ക്കൊന്നുമില്ല, എല്ലാം കൂടെ ഒരു 10 കഷ്ണം കാണും. ഇൻസ്പെക്ടറുടെ വാക്കുകൾ കേട്ടതും ആ സ്ത്രീ പുഞ്ചിരിയോടെ പ്രതിവചിച്ചു. എന്തു പണി സാറേ? ഡോക്ടർ സാന്ദ്ര സുബ്രഹ്മണ്യം എന്ന ഈ ഞാൻ ആ കഷ്ണങ്ങളെല്ലാം കൂടെ കൂട്ടിക്കെട്ടി അതിനൊപ്പം ശവത്തിന് പറയാനുള്ള കഥ കേട്ടിട്ട് അങ്ങ് പറഞ്ഞു തരും. കൊന്നയാളെ പിടിക്കാൻ നിങ്ങളാകും കഷ്ടപ്പെടുക. ആ പിന്നെ, ഈ ചെറുക്കനെ സ്റ്റേഷനിലേക്ക് വരുത്തിക്കണം. വിറ്റ്നസ് ആണ്. ഇപ്പൊ കൊണ്ടുപോയാൽ നാട്ടുകാർ കരുതും ഇവനാണ് കൊന്നതെന്ന്. സോ പിന്നാലെ വരുത്തിയാൽ മതി. പോലീസുകാരും കെവിനും ഒരുപോലെ തലകുലുക്കി സമ്മതിച്ചു. ഡോക്ടർ സാന്ദ്ര സുബ്രഹ്മണ്യം മെല്ലെ ജീപ്പിനുള്ളിലേക്ക് കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്ത ശേഷം പിന്നിലെ ചാക്കുകെട്ടിലേക്ക് നോക്കി മന്ത്രിച്ചു. താത്തക്കടവിലെ അപരിചിതമായ പ്രേതമേ, പോകുമല്ലേ? എന്നാലും ഈ കടവിന് എങ്ങനെയായിരിക്കും താത്തക്കടവെന്ന പേര് വന്നത്? താത്ത കൊല്ലാറില്ലെന്ന് നാട്ടുകാർ പറയാൻ കാരണമെന്തായിരിക്കും? ആരാണീ താത്ത? നാട്ടുകാർ നോക്കി നിൽക്കെ നനഞ്ഞ റോഡിലൂടെ പോലീസ് ജീപ്പുകൾ ചീറിപ്പാഞ്ഞു. റോഡിനോരം ചേർന്ന് കിതച്ചുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ അവർക്ക് മുന്നിൽ വന്നു നിന്നു. അമ്മ, വണ്ടിയെത്തി. അതിനുള്ളിൽ നിന്ന് തല പുറത്തേക്കിട്ട് അനീഷ് ഉറക്കെ വിളിച്ചു പറഞ്ഞ ശേഷം ഓട്ടോയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. നന്ദിനിയെയും മരിയെയും വഹിച്ചുകൊണ്ട് ആ ചെറിയ വാഹനം മെല്ലെ മുന്നോട്ട് നീങ്ങി. വാടാ, നമുക്ക് സൈക്കിളെടുത്ത് പിന്നാലെ ചെല്ലാം. നീ പേടിക്കണ്ട, നിന്റെ അപ്പനൊന്നും വരത്തില്ല. അനീഷ് കെവിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. പോകാം, പോണം. ആശുപത്രിയിലേക്കല്ല, പോലീസുകാരുടെ കൂടെ വന്ന ആ ഡോക്ടറെ കാണാൻ. അവരെ കൊണ്ട് ഞാൻ തെളിയിക്കും താത്ത എന്ന മിത്ത്. അനീഷ് അമ്പരപ്പോടെ അവനെ നോക്കി. കെവിന്റെ മുഖത്ത് തെളിഞ്ഞു നിന്ന നിശ്ചയദാർഢ്യം അവനിൽ ഭയത്തിന്റെ വിത്തുപാകാൻ തുടങ്ങി. സിമന്റ് കൊണ്ടുണ്ടാക്കി ടൈൽസ് ഒട്ടിച്ച് ഭംഗിയാക്കിയ ഡെസ്കിന് മുകളിൽ പുഴയിൽ നിന്ന് കിട്ടിയ ശരീരഭാഗങ്ങൾ നിരത്തിവെച്ച ശേഷം സാന്ദ്ര അതിനെ സസൂക്ഷ്മം നോക്കാൻ തുടങ്ങി. ഒരു വേട്ടപ്പട്ടിയെപ്പോലെ മണം പിടിച്ചുകൊണ്ട് അവൾ ആ ഡെസ്കിന് ചുറ്റും നടന്നു. ആ മുറിയിൽ ഒരു പക്ഷേ മറ്റാരെങ്കിലും കൂടെയുണ്ടായിരുന്നെങ്കിൽ സാന്ദ്രയെ ഭ്രാന്തിയെന്ന് മുദ്ര കുത്തിയേനെ. ഡെസ്കിൽ നിന്ന് തലപൊക്കുന്ന ഓരോ തവണയും അവൾ തന്റെ കയ്യിലിരുന്ന നോട്ട്ബുക്കിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അവൾ നടത്തം അവസാനിപ്പിച്ച് ശരീരഭാഗങ്ങളുടെ മുറിവിലേക്ക് ലെൻസ് ഉപയോഗിച്ച് നോക്കിയ ശേഷം മെല്ലെ മന്ത്രിച്ചു. ആ മുറിയിലെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് സാന്ദ്രയുടെ ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി. അവൾ കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ സ്പീക്കറിലിട്ടു. ഹലോ മാഡം, ഇൻസ്പെക്ടർ മുകുന്ദനാണ്. പറ മുകുന്ദൻ സാറേ, എന്തെങ്കിലും ലീഡ്സ് ഉണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല. ആ ചെക്കൻ സ്റ്റേഷനിലുണ്ടോ? ഉണ്ട് മാഡം, സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് വിട്ടതാ. പക്ഷേ മാഡത്തിനെ കാണണമെന്ന് പറഞ്ഞ് ഇവിടെ നിപ്പാണ്. എന്നാ പിന്നെ അവനൊരു കസേരയിട്ട് കൊടുക്ക്, ഞാനിപ്പോ വരാം. അല്ല മാഡം, അപ്പോൾ ഓട്ടോപ്സി റിപ്പോർട്ട്? നിങ്ങൾക്കുള്ള റിപ്പോർട്ടൊക്കെ പണ്ടേ റെഡിയാണടോ. അത് മെയിൽ ചെയ്തിട്ട് ഞാൻ ഇറങ്ങുക. ഓക്കെ മാഡം, താങ്ക്സ്. ഓ ശരി ശരി. ഫോൺ കട്ട് ചെയ്ത ശേഷം അവൾ കയ്യിലിരുന്ന ഹാൻഡ് ബുക്കിലേക്ക് കണ്ണെറിഞ്ഞു. ഫീമെയിൽ, മൾട്ടിപ്പിൾ സ്റ്റാബ്സ്, റേപ്പ്. ബുക്ക് മടക്കി പോക്കറ്റിലേക്ക് നിക്ഷേപിച്ച ശേഷം സാന്ദ്ര ധൃതിയിൽ പുറത്തേക്കിറങ്ങി. പോസ്റ്റ്മോർട്ടം റൂം താഴിട്ട് പൂട്ടി. മുറ്റത്ത് കിടന്ന പഴയ മോഡൽ ബെൻസ് കാർ സ്റ്റാർട്ട് ചെയ്ത് അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു. റേപ്പാണല്ലേ, നാശം. ഇനി ഇരിക്കപ്പുറത്ത് കിട്ടില്ല. നെറ്റിയിൽ അമർത്തി തിരുമ്മിക്കൊണ്ട് മുകുന്ദൻ പറഞ്ഞു. ഒരു എളുപ്പവഴിയുണ്ട് സാറേ. മിസ്സിംഗ് കേസ് എടുത്ത് സ്കൽ സൂപ്പർ ഇമ്പോസിഷൻ ചെയ്ത് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിക്ടിമിന്റെ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. എൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ടിന്റെ കൂടെ ക്രണിയോഫേഷ്യൽ സൂപ്പർ ഇമ്പോസിഷൻ ചെയ്യാൻ
ഒരു റിക്വസ്റ്റ് കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് പാസ്സാക്കി തന്നാൽ ഇരയല്ല, പ്രതിയെ തന്നെ ഞാൻ സാറിന്റെ കയ്യിൽ വെച്ചു തരാം. സാന്ദ്രയുടെ വാക്കുകൾ മുകുന്ദൻ അല്പം ആശ്വാസം പകർന്നു. അല്ല, മാഡത്തിന്റെ താമസം ശരിയായോ? ഇല്ലെന്നേ, ഈ കാട്ടുമുക്കിൽ എവിടുന്ന് കിട്ടാനാ? ക്വാർട്ടേഴ്സ് പോലും ഫുള്ളാണ്. തൽക്കാലം ഓട്ടോപ്സി റൂമിലാ കിടപ്പ്. അവിടെയോ? അതെങ്ങനെ പറ്റുന്നു? സാഹചര്യമല്ലേ മനുഷ്യനെ മാറ്റുന്നത്. എനിക്കിതൊക്കെ ശീലായി. എങ്കിലും ഈ കേസ് തീർക്കാൻ താമസം ഗ്രാമത്തിലേക്ക് മാറ്റിയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൈറ്റർ പൈലിച്ചേട്ടനോട് പറയാം. പുള്ളിക്കാരൻ ഇവിടുത്തുകാരനാണല്ലോ. അത് വേണ്ട, പറ്റിയ 2 പേർ പുറത്തിരിപ്പുണ്ട് മാഡത്തിനെയും കാത്ത്. എന്നാ പിന്നെ ഞാൻ ആ പിള്ളേരെ ഒന്ന് കാണട്ടെ. അവരുടെ കഥയൊന്ന് കേൾക്കണമല്ലോ. സാന്ദ്ര കസരയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. വരാന്തയിൽ ബെഞ്ചിലിരുന്ന കെവിനും അനീഷും അവളെ കണ്ടതും മെല്ലെ എഴുന്നേറ്റു. വാ, ഞാൻ കാറിൽ കൊണ്ടുവിടാം. ഇരുവരും ഒന്നും മിണ്ടാതെ അവളുടെ പിന്നാലെ ചെന്ന് കാറിൽ കയറി. ആ പഴയ പടക്കുതിര തന്റെ ക്ഷീണം പുറത്തു കാണിക്കാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. നിന്റെ അപ്പന്റെ കാര്യം എന്തായി? തലയിലൊരു മുറിവുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, കെവിൻ പതിഞ്ഞ ശബ്ദത്തിൽ പ്രതിവചിച്ചു. ഓക്കെ, നിനക്കെന്താ പറയാനുള്ളത്? രാവിലെ മുതൽ വൈകിട്ട് വരെ എന്നെ കാത്ത് സ്റ്റേഷനിൽ നിൽക്കണമെങ്കിൽ അതത്ര ചെറിയ കാര്യമാവില്ല. അത് പിന്നെ മാഡം വിശ്വസിക്കുമോ എന്നറിയത്തില്ല. ഞങ്ങൾ ഇന്നലെ പടം കഴിഞ്ഞു വരുന്ന വഴിക്ക് കടവിൽ താത്തയെ കണ്ടായിരുന്നു. താത്തയോ? അതാരാ? ആരാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ജനിച്ച അന്ന് മുതൽ കേൾക്കുന്നതാ ഈ പേര്. പക്ഷേ ഇന്നലെയാ ആ രൂപം ഞങ്ങൾ കാണുന്നത്. ഈ അനീഷ് താത്തയെപ്പറ്റി ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു വെച്ചതുകൊണ്ട് ചിലപ്പോൾ തോന്നിയതാകും. പോടാ, തോന്നിയതൊന്നല്ല, അത് ശരിക്കും താത്തയാ. ഞാൻ പറയാം മാഡം, ഈ നാട്ടിലെ വിശ്വാസമാണ് ആ കടവിലൊരു താത്തയുടെ പ്രേതമുണ്ടെന്ന്. പലരും അവരെ ആരാധിക്കുന്ന പോലുമുണ്ട്. പക്ഷേ പ്രേതമായോണ്ട് എനിക്ക് പേടിയാ. ആ കടവിൽ പലരും താത്തയെ കണ്ടിട്ടുണ്ട്. പക്ഷേ കണ്ടതിന്റെ തൊട്ടടുത്ത ദിവസം എന്തെങ്കിലും ചീത്ത വാർത്ത ഗ്രാമവാസികളെ തേടി വരും. ഇന്നലെ താത്തയെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു എന്തെങ്കിലും അരുതാത്തത് സംഭവിക്കുമെന്ന്. ഇടയിൽ കയറി അനീഷ് പറഞ്ഞത് സാന്ദ്ര ചെവി കൂർപ്പിച്ച് കേട്ടിരുന്നു. പക്ഷേ താത്ത ഇന്നുവരെ ആരെയും കൊന്നിട്ടില്ല. അതുകൊണ്ടാ കെവിൻ രാവിലെ ഡയലോഗ് അടിച്ചപ്പോൾ നാട്ടുകാർ കലിപ്പിച്ചത്. അനീഷിന്റെ കഥ കൊള്ളാലോ. ഒന്ന് ചോദിക്കട്ടെ, ഒരു പ്രേതം വരണമെങ്കിൽ അവിടെ ഒരു മരണം അല്ലെങ്കിൽ കൊലപാതകം നടന്നിട്ടുണ്ടാകണമല്ലോ. ഈ 20 വർഷങ്ങൾക്കിടയിൽ നിങ്ങൾ അതിനെപ്പറ്റി തിരക്കിയിട്ടില്ലേ? അത് ഞാൻ പറയാം മാഡം. എനിക്കിതിലൊന്നും ഇന്നലെ വരെ വിശ്വാസമില്ലായിരുന്നു. അതിനു മുന്നേ പലതവണ ഇറങ്ങി തിരിച്ച എന്നെ വിലക്കിയത് ഇവനാ. പിന്നെ നാട്ടുകാരും സമ്മതിക്കത്തില്ല. കെവിൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. അപ്പോ പണ്ടെങ്ങോ ആരോ കൊന്നൊരു താത്തയുടെ പ്രേതം ഓരോ അപകടങ്ങൾ നടക്കുമ്പോഴും സൂചന തരാൻ വിളക്ക് തെളിച്ചോണ്ട് നിൽക്കുമല്ലേ? ഇൻട്രസ്റ്റിംഗ്. അതൊക്കെ പോട്ടെ, എനിക്ക് വാടകയ്ക്ക് താമസിക്കാൻ ഇവിടെ വല്ല വീടും കിട്ടോ? അതാകുമ്പോ താത്തയും പിടിക്കാം, എന്റെ പണിയും നടക്കും. അതിപ്പോ മാഡം നമുക്ക് നോക്കാം. കെവിനും അനീഷും ഒരേ സ്വരത്തിൽ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് സാന്ദ്ര ഇരുവരെയും നോക്കി പറഞ്ഞു. കമ്മീഷൻ അടിക്കാനുള്ള പരിപാടിയാണല്ലേ? നിങ്ങൾ കൊള്ളാലോ പിള്ളേരെ. സാന്ദ്രയുടെ വാക്കുകൾ അവരിൽ ചിരി പടർത്തി. മൂവരുടെയും പൊട്ടിച്ചിരി ആ കാറിനുള്ളിൽ ഉച്ചത്തിൽ മുഴങ്ങി. പൊടുന്നനെ കാറ് നിർത്തിയ ശേഷം ചില്ല് താഴ്ത്തി സാന്ദ്ര തലപ്പുറത്തേക്കിട്ട് പിന്നിലേക്ക് നോക്കി. എന്താ മാഡം, എന്തുപറ്റി? ആരോ താഴെ നിന്ന് റോഡിലേക്ക് കയറി മുകളിലെ കാട്ടിലേക്ക് പോകുന്നത് പോലെ തോന്നി. ഓ, അതിവിടെ സാധാരണയാണെന്നേ. മിക്കപ്പോഴും ഇവിടെയുള്ളവർ ചുറ്റിക്കറങ്ങാതെ പോകാൻ റബ്ബർക്കാട് വഴി കയറി പോകാറുണ്ട്. അനീഷിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ സാന്ദ്ര പുറത്തേക്കിറങ്ങി താഴത്തെ കാട് പിടിച്ച് കിടക്കുന്ന പുഴയോരവും മുകളിലെ റബ്ബർ കാടിനെയും മാറി മാറി നോക്കി. അല്പനേരം ആ നിൽപ്പ് തുടർന്ന ശേഷം തിരികെ വണ്ടിയിൽ കയറി അവൾ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയതും റബ്ബർ മരങ്ങൾക്കിടയിൽ നിന്ന് 2 കണ്ണുകൾ ആ വണ്ടിയെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടു നിന്നു. റബ്ബർ മരങ്ങൾക്ക് പിന്നിൽ നിന്ന് അല്പനേരം ആ കാറിനെ നോക്കിയ ശേഷം അയാൾ മരങ്ങൾക്കിടയിലൂടെ കുതിച്ചു പായാൻ തുടങ്ങി. മരങ്ങൾക്കിടയിൽ വളർന്നു നിന്ന ചെറിയ ചെടികൾ അയാളുടെ കാലിനടിയിൽപ്പെട്ട് ശ്വാസം മുട്ടി പിടഞ്ഞുകൊണ്ടിരുന്നു. പ്രാണനും കയ്യിൽ പിടിച്ചിട്ടെന്ന പോലെയുള്ള ആ ഓട്ടം നിന്നത് ഒരു 4 കെട്ടിന്റെ വിശാലമായ മുറ്റത്തായിരുന്നു. ശേഖരമാമ. കിതപ്പ് വകവയ്ക്കാതെ അയാൾ ഉച്ചത്തിൽ വിളിച്ചു. ആ വിളിയുടെ അലയൊലികൾ നിലയ്ക്കും മുൻപേ
പിടിയിൽ ലോഹത്തിൽ കെട്ടിയ കഴുകന്റെ തലയുള്ള വാക്കിംഗ് സ്റ്റിക്കുമായി ആജാനുബാഹുവായ ഒരു മധ്യവയസ്കൻ മെല്ലെ പുറത്തേക്കിറങ്ങി വന്നു. എന്താടാ, നിന്റെ തള്ള ചത്തോ? തന്റെ കൊമ്പൻ മീശയിൽ തലോടിക്കൊണ്ട് തന്റെ സ്വതസിദ്ധമായി മുഴങ്ങുന്ന ശബ്ദത്തിൽ അയാൾ ചോദിച്ച ശേഷം അയാൾ ഉമ്മറത്തിരുന്ന ചാരുകസേരയിലേക്ക് അമർന്നിരുന്നു. ആ ചെറുപ്പക്കാരൻ മെല്ലെ പടികൾ ചവിട്ടിക്കയറിയതിനു ശേഷം അയാളുടെ അരികിൽ നിലത്തായിരുന്നു. ശേഖരമാമ, ആ തെറിച്ച പോലീസുകാരി പെണ്ണ് ഗ്രാമത്തിലെ 2 പിള്ളേരെ കൂട്ടിക്കൊണ്ട് കാറിൽ പോകുന്നത് ഞാൻ കണ്ടു. എനിക്കെന്തോ ഭയം പോലെ. ഭയം? ആ, എടാ എണ്ണം കെട്ടവനെ, നീ ആ മുറുക്കാൻ ചെല്ലം ഇങ്ങെടുത്തേ. നിലത്തിരുന്ന ചെറുപ്പക്കാരൻ സ്റ്റൂളിൽ നിന്നും മുറുക്കാൻ ചെല്ലം എടുത്ത് അയാൾക്ക് നേർക്ക് നീട്ടി. ചെല്ലം തുറന്ന് അതിൽ നിന്നും അരിഞ്ഞു വെച്ചിരുന്ന അടക്കിയെടുത്ത് വായിലേക്ക് ഇട്ട ശേഷം അയാൾ വെറ്റിലയെടുത്ത് അതിൽ ചുണ്ണാമ്പ് തേച്ചു പിടിപ്പിച്ച് മടക്കി വായിലേക്ക് തിരുകി. 1-2 തവണ ചവച്ച ശേഷം അയാൾ അല്പം പുകയില കൂടെ വായിലേക്ക് തിരുകിക്കൊണ്ട് പിന്നിലേക്ക് ചാഞ്ഞു കിടന്നു. നീ എവിടെ വെച്ചാ അവളെ കണ്ടത്? അത് ഞാൻ സുന്ദരിപ്പുഴയിൽ നിന്ന് കരയിലേക്ക് കയറി റോഡ് മുറിച്ച് കടന്നപ്പോ. എന്നിട്ടവൾ നിന്നെ കണ്ടോ? അറിയില്ല മാമ, പക്ഷേ അവൾ പുറത്തിറങ്ങി ചുറ്റിനും നോക്കിയായിരുന്നു. എന്നെ കണ്ടോന്നുറപ്പില്ല. കൊശവൻ, ഉറപ്പില്ല പോലും. ആരുടെ അമ്മയെ കെട്ടിക്കാനാടാ നീ അങ്ങോട്ട് പോയത്? അത് ആ പെണ്ണിന്റെ സ്വർണമാലയൊന്ന് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അന്നത് കളയാൻ ഞാൻ മറന്നുപോയി. എന്റെ കെട്ടിയോളെ മടുത്തപ്പോ ഞാൻ അവളെ അങ്ങ് ചവിട്ടിക്കൊന്ന് സുന്ദരിപ്പുഴയിൽ താത്തിയപ്പോ പോലും ഒരു പോലീസുകാരനും ചോദിച്ചു വന്നിട്ടില്ല. നിന്റെ തള്ള, അതായത് എന്റെ പെങ്ങളൊരുത്തി, സ്വന്തം ഭർത്താവിനെ വിഷം കലക്കി കൊടുത്തിട്ട് എന്റെ കൂടെ പൊറുതി തുടങ്ങിയപ്പോഴും ഒരു പോലീസുകാരനും ഈ മുറ്റത്ത് കയറിയിട്ടില്ല. നീയും നിന്റെ ചേട്ടനും കൂടി ഒരു താണജാതിക്കാരി കീടത്തിനെ തൊട്ടപ്പോ വല്ലാത്ത പുകിലാണല്ലോ. കോളാമ്പി എടുത്ത് അതിലേക്കൊന്ന് നീട്ടി തുപ്പിയ ശേഷം ശേഖരൻ പറഞ്ഞു. എടാ സുരേന്ദ്ര, ഇങ്ങോട്ടിറങ്ങി വാടാ, തന്തയ്ക്ക് മുന്നേ പിറന്നവനെ. അയാളുടെ വിളി കേട്ട് അകത്തു നിന്നും സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങി വന്ന് അയാൾക്ക് മുന്നിൽ തലകുനിച്ചു നിന്നു. എടാ മക്കളെ, പെണ്ണുപിടിയാകാം, ചോദിച്ചാൽ ചോദിക്കുന്നവനെ കൊല്ലുകയും ചെയ്യാം. ആയ കാലത്ത് ഈ ശേഖരൻ തമ്പിയുടെ വിയർപ്പിന്റെ രുചി അറിഞ്ഞിട്ടുള്ളവരാ ഈ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ. അത് ചോദിക്കാൻ വന്നവരൊക്കെ സുന്ദരിപ്പുഴയില പൊങ്ങിയിട്ടുള്ളത്. ഇപ്പോഴും ആ വീര്യത്തിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് മക്കൾ രണ്ടും കൂടി ആ പോലീസിന്റെ മുന്നിലൊന്നും ചെന്ന് ചാടിക്കൊടുക്കരുത്. പിടിക്കപ്പെടാതിരിക്കാനും വേണം ഒരു കഴിവ്. തൽക്കാലം രണ്ടും കൂടെ ചെന്ന് ആ പോലീസുകാരിയുടെ നീക്കമൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വാ. നിലത്തിരുന്ന ബാലചന്ദ്രൻ മെല്ലെ കൈകുത്തി എഴുന്നേറ്റ് സുരേന്ദ്രൻ അരികിൽ ചെന്ന് നിന്നു. അച്ഛാ, പണ്ടത്തെ പോലെ എല്ലാ കാര്യങ്ങൾ. അച്ഛൻ പണ്ട് കുറെ കൊന്നിട്ടുണ്ടാകും. എന്നിട്ട് പോലീസുകാർക്കൊക്കെ ഒരു വിരുന്ന് നടത്തി പൊടിതട്ടണ കാലമൊക്കെ കഴിഞ്ഞു. അച്ഛൻ ഈ എടുത്തുചാട്ടവും ദേഷ്യവും ഒക്കെ ഒന്ന്. സുരേന്ദ്രൻ പറഞ്ഞു നിർത്തുന്നതിന് മുമ്പേ ശേഖരൻ തമ്പി അവന്റെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പിയ ശേഷം പറഞ്ഞു. ആണായാൽ ചങ്കുറപ്പ് വേണമെടാ. ഇത് വെറുതെ 2 മോഴകള്. എന്തുവാ ഇവിടെ ഒരു ബഹളം? ഉമ്മറത്തേക്കിറങ്ങി വന്ന സുമംഗല ചോദിച്ചു. ചിറ്റമ്മേ, അച്ഛനെന്നെ. സുരേന്ദ്രന്റെ മുഖം കണ്ട് ചിരിയടക്കാൻ പാടുപെട്ടുകൊണ്ട് സുമംഗല ശേഖരനെ നോക്കി ചോദിച്ചു. എന്താ ആങ്ങളെ ഇത്? എടി, അവനൊക്കെ പേടിയാണെന്ന്, അതും ഒരു പീറ പോലീസുകാരെ. അവളുടെ വണ്ടിയും പത്രാസും കണ്ടപ്പോ രണ്ടും കൂടെ നിക്കറിൽ മുള്ളി നിൽക്കുന്നു, നായിന്റെ മക്കൾ. സുമംഗല ആ 2 ചെറുപ്പക്കാരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഈ കുടുംബത്തെപ്പറ്റി നാട്ടുകാർക്കൊക്കെ ഒരു പേടിയുണ്ട്. ആ പേടിയുടെ പുറത്താ ഇങ്ങോട്ടൊരുത്തനും കാലെടുത്ത് കുത്താത്തത്. കുത്തിയാൽ അവന്റെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങൾ ഈ 4 കെട്ടിന്റെ വിറകുപുരയിൽ കിടന്ന് നിലവിളിക്കുമെന്ന് അവർക്കറിയാം. അപ്പം മക്കൾ സുന്ദരിപ്പുഴയിൽ ചെന്ന് അടിച്ചു നനച്ച് കുളിക്ക്. ഇത് ഞങ്ങൾ നോക്കിക്കോളാം. സുരേന്ദ്രനും ബാലചന്ദ്രനും ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. ശേഖരൻ സുമംഗലയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തന്റെ മടിയിലേക്കിട്ടു. ഇപ്പോഴോ? അയാളുടെ മീശയിൽ തലോടിക്കൊണ്ട് സുമംഗല ചോദിച്ചു. നീ അടുത്തുണ്ടേ പിന്നെ സമയവും കാലമൊക്കെ നോക്കണോ? ശ്വാസഗതിക്കനുസരിച്ച് ഉയർന്നു താണുകൊണ്ടിരുന്ന അവളുടെ മാരടങ്ങളിലേക്ക് നോക്കി അയാൾ പറഞ്ഞു. പെട്ടെന്ന് ഇരമ്പലോടെ ഒരു ബെൻസുകാർ ആ വീടിന്റെ മുറ്റത്തേക്ക് വന്നു നിന്നതും സുമംഗല ഞെട്ടലോടെ ശേഖരന്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. ഇരുവരും ആ വാഹനത്തിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. മെല്ലെ ഡ്രൈവിംഗ് സീറ്റിലെ ഡോറ് തുറന്ന്
സാന്ദ്ര ആ മുറ്റത്തേക്ക് കാലെടുത്തു വെച്ചു. അവളാണെന്ന് തോന്നുന്നു. അയാളുടെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ട് സുമംഗല തികട്ടിവന്ന ദേഷ്യം ഉള്ളിലൊതുക്കി അയാളോട് ചേർന്നു നിന്നു. ശേഖരൻ മുറ്റത്തേക്കൊന്ന് തുപ്പിയ ശേഷം സാന്ദ്രയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി മുറുക്കിച്ചുവന്ന നാവുകൊണ്ട് ചുണ്ടുകളെ ഒന്ന് തലോടി. കാമം കത്തിനിന്ന അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് സാന്ദ്ര തന്റെ കാറിൽ ചാരി നിന്നു. എനിക്കങ്ങോട്ട് കയറി വരാമോ കാർന്നോരെ? ഒരുപാട് പോലീസുകാർ വിരുന്നുണ്ണാൻ വന്നിട്ടുള്ള വീടാണിത്. സാറും കയറിപ്പോരെ, നമുക്ക് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. ശേഖരൻ തമ്പിയുടെ ക്ഷണം കിട്ടിയതും സാന്ദ്രമല്ലേ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. പടികൾക്ക് കീഴെ ചെരുപ്പഴിച്ചു വെച്ച് അവൾ കോലായിലേക്ക് കയറി ഒരു സ്റ്റൂൾ വലിച്ചിട്ടിരുന്നു. അല്ല സുമംഗലേ, നീ കുറച്ച് സംഭാരോ ഇളനീരോ ഉണ്ടെങ്കിൽ ഇങ്ങെടുക്ക്. അല്ലെങ്കിൽ വേണ്ട, ഈ സമയത്ത് കട്ടൻ ചായയാ നല്ലത്. വേഗം ചെല്ല്. സുമംഗല മറുത്തൊന്നും പറയാതെ സാരി തുമ്പുകൊണ്ട് കഴുത്തു തുടച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നീങ്ങി. പോലീസുകാർ ഈ പടി ചവിട്ടുന്നത് എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചാണ്. കൊച്ചിനിപ്പോ ഞാനെന്താ ചെയ്തു തരണ്ടേ? ഞാൻ പോലീസുകാരനൊന്നുമല്ല തമ്പിച്ചേട്ടാ, ഡോക്ടറാണ്. ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടിയപ്പോ ഞാൻ ഈ നാടൊക്കെ ഒന്ന് കാണാനിറങ്ങിയതാ, കൂട്ടത്തിൽ നാട്ടിലെ പ്രമാണികളെയും. അടുത്ത ട്രാൻസ്ഫർ വരുന്നതുവരെ ഇവിടെ കഴിയേണ്ടതല്ലേ? ആ, നല്ലത്. അല്ല, ഇവിടെ ആസ്പത്രിയിൽ ഒരു ഡോക്ടർ ഉണ്ടല്ലോ. ഞാൻ ആ ഡോക്ടറല്ല, പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്ന. എന്താ പോസ്റ്റ്മോർട്ടം? അതായത് ഈ ശവമൊക്കെ കീറിമുറുക്കുകയും തുന്നിക്കെട്ടുകയും ചെയ്യുന്ന ആ ഡോക്ടർ. അയാൾ ഇരുത്തി മൂളിക്കൊണ്ട് തലയാട്ടി. ആ ചത്ത പെണ്ണിനെ തമ്പിച്ചേട്ടൻ അറിയുമോ? സാന്ദ്രമല്ലേ മുന്നോട്ടാഞ്ഞ് അയാളോട് മന്ത്രിച്ചു. ഈ നാട്ടിലെല്ലാവരെയും തമ്പിക്കറിയാം. അവർക്ക് തമ്പിയെയും. അധികം ആളുകളൊന്നും ഇല്ലല്ലോ ഇവിടെ. ചത്തതാരാണെന്ന് മനസ്സിലായോ? ഇവിടത്തുകാരിയാണോ അതോ പുറത്തു നിന്നുള്ള ആരെങ്കിലും ആണോ? അതൊക്കെ പോലീസിന്റെ പണിയല്ലേ തമ്പിച്ചേട്ടാ, നമ്മളെങ്ങനെ അറിയാനാ? അതൊക്കെ പോട്ടെ, ഇവിടെ നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ? അല്ല, മക്കൾ രണ്ടുപേരുണ്ട്, തോട്ടത്തിൽ പണിയിലായിരിക്കും. മോളൊറ്റയ്ക്കാണോ? വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛനമ്മയുണ്ട്, അവരങ്ങ് നാട്ടിലാ. കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സമയത്തൊക്കെ കെട്ടണ്ടേ കൊച്ചേ? മനുഷ്യന്റെ കാര്യല്ലേ, എപ്പോഴാ ഒരു സഹായം വേണ്ടിവരുന്നതെന്ന് പറയാനൊക്കില്ല. ഉമ്മറത്തേക്ക് കടന്നു വന്ന സുമംഗല ചായ അവളുടെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. സാന്ദ്ര ചായ വാങ്ങി ചുണ്ടോട് ചേർത്ത് മെല്ലെ ഊതി കുടിക്കാൻ തുടങ്ങി. ഇരയെ കണ്ട കുറുക്കനെ പോലെ ശേഖരൻ തമ്പി അവളുടെ അതരങ്ങളെ നയനങ്ങളാൽ പാനം ചെയ്തുകൊണ്ടിരുന്നു. താമസം എവിടെയാ മോളെ? ഇന്നാണ് ഒരു വീടൊത്തിയിട്ടിയത്, താത്തക്കടവിൽ. ഈ നാട്ടിൽ ഒഴിഞ്ഞുകിടന്ന വീട് അതൊന്നേ ഉള്ളായിരുന്നു. ഗ്ലാസിൽ നിന്ന് തലയുയർത്താതെ അവൾ സുമംഗലയുടെ ചോദ്യത്തിന് മറുപടി നൽകി. ഈശ്വര, അവിടെയോ? കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ മോൾ അവിടെ താമസിക്കാൻ തീരുമാനിച്ചത്? അല്ലെങ്കിലും വരുത്തന്മാരെ പറ്റിക്കാൻ ഈ നാട്ടിലെ നസ്രാണികൾ മിടുക്കരാ. ആ വീടങ്ങ് ഒഴിഞ്ഞിട്ട് മോളിങ്ങോട്ട് പോര്, ഇവിടെ താമസിക്കാം. അല്ലേ സുമംഗലേ? ആ സ്ത്രീ മറുത്തൊന്നും പറയാതെ തലയാട്ടി. രാവിലെ മുതൽ ഞാൻ കേൾക്കുന്നതാ താത്തയെപ്പറ്റി. ആരാ അത്? അപ്രതീക്ഷിതമായ ആ ചോദ്യം തമ്പിയിലും സുമംഗലയിലും ഞെട്ടലുളവാക്കി. എന്തേ, ഇനി പറയാൻ പറ്റാത്ത എന്തെങ്കിലും? ഏയ്, അങ്ങനെയൊന്നുമില്ല കൊച്ചേ. എനിക്ക് ഏകദേശം കൊച്ചിന്റെ പ്രായമുള്ളപ്പോഴാ ഈ കഥയൊക്കെ തുടങ്ങിയത്. ഈ നാട്ടിലേക്ക് താമസം മാറി വന്ന ഒരു മാപ്പിള സ്ത്രീയായിരുന്നു ആയിഷ. അവളുടെ വീട്ടിലേക്ക് പല വരവും പോക്കുമൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചിന് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? സാന്ദ്ര ചെറു ചിരിയോടെ തലയാട്ടി. അല്ലെങ്കിലും ഒരു പെണ്ണ് അവളുടെ നല്ല പ്രായത്തിൽ ഒറ്റയ്ക്കൊരു നാട്ടിൽ വന്ന് താമസിക്കുമ്പോൾ തന്നെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ആ കച്ചവടം പൊടിപൊടിക്കുമ്പോൾ ഒരു ദിവസം അവളുണ്ടേ ചത്തുമലച്ച് പുഴയിൽ പൊങ്ങി. അതിന്റെ പുകിലൊക്കെ അടങ്ങി വന്നപ്പോ ദാണ്ടേ അവളുടെ പ്രേതം ഉപദ്രവം തുടങ്ങി. അന്ന് എൻ്റെ അച്ഛൻ രാഘവൻ തമ്പി മേപ്പാടൻ തിരുമേനിയെ കൊണ്ടുവന്ന ആ ബാധയെ തളച്ചത്. അതിൽ പിന്നെ കടവിലൊരു റാന്തൽ തെളിയുമെന്നല്ലാതെ ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വിവരം കെട്ട നാട്ടുകാർ വേറൊരു കഥയാ പറഞ്ഞു വരുത്തിയത്. ഇക്കണ്ട ദൈവങ്ങളൊക്കെ ഉണ്ടായിട്ടും അവർക്കിന്നും വിശ്വാസം ആ മാപ്പിളച്ചിയെയാ. പറഞ്ഞു നിർത്തിക്കൊണ്ട് അയാൾ മുറ്റത്തേക്ക് ആഞ്ഞു തുപ്പി. ഓ, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ, നേരം ഇരുട്ടി തുടങ്ങി. എന്നാ പിന്നെ മോൾക്ക് ഇന്നിവിടെ തങ്ങരുതോ? സ്ഥലത്ത് പുതിയതല്ലേ? പടിക്കെട്ടുകൾ ഇറങ്ങാൻ തുടങ്ങിയ സാന്ദ്രയെ
സുമംഗലയുടെ ചോദ്യം പിടിച്ചു നിർത്തി. അത് വേണ്ട ചേച്ചി, ഞാൻ വേറൊരു ദിവസം വിരുന്നുണ്ണാൻ വരാം. തിരികെ ഒരു പുഞ്ചിരി സമ്മാനമായി നൽകിക്കൊണ്ട് അവൾ പറഞ്ഞു. കൊച്ചേ, സംസാരിച്ചിരുന്ന് പേര് ചോദിക്കാൻ മറന്നു. പടിക്കെട്ടിനരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് ശേഖരൻ തമ്പി ചോദിച്ചു. സാന്ദ്ര, ഡോക്ടർ സാന്ദ്ര സുബ്രഹ്മണ്യം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അവരോട് വിട പറഞ്ഞുകൊണ്ട് അവൾ കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വൈകിയ സന്ധ്യയുടെ നനുത്ത ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് ആ വാഹനം മുന്നോട്ട് കുതിച്ചു. കൊള്ളാം, ഇതാണ് പെണ്ണ്. എന്താ ഒരു വടിവ്. അവളെ എനിക്ക് ഇവിടെ കിട്ടണം, എന്റെ കട്ടിലിന്റെ ചോട്ടിൽ. അവിടുന്ന് പിന്നെ സുന്ദരിപ്പുഴയുടെ ആഴങ്ങളിലേക്കും. അകന്നു പോയിക്കൊണ്ടിരുന്ന വാഹനത്തെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. ദേ മനുഷ്യ, ഇങ്ങനെ എടുത്തു ചാടല്ലേ. ഇതൊക്കെ എനിക്ക് വിട്ടതാ, ഞാനെത്തിക്കാം അവളെ നിങ്ങളുടെ കിടപ്പുമുറിയിൽ. സുമംഗലയുടെ മറുപടി ശേഖരൻ തമ്പി ആനന്ദത്തിൽ ആറാടിച്ചു. അയാൾ ആവേശത്തോടെ സുമംഗലയെ ഇറുക്കിപ്പുണർന്നു. എന്നാലും എനിക്കെന്തോ പോലെ. ഇന്നുവരെ ഒരു ഡോക്ടറും ഇങ്ങനെ വന്നിട്ടില്ല. ഇവളാ ചത്തുപോയ പെണ്ണിന്റെ ആരെങ്കിലും ആയിരിക്കുമോ? സുമംഗലയുടെ ചോദ്യത്തിന് മറുപടിയായി ഒന്നിരുത്തി മൂളിയ ശേഷം സുമംഗലയെയും കൂട്ടി അയാൾ മന്ദം മന്ദം അകത്തേക്ക് നീങ്ങി. ഇരുളിനെ കീറിമുറിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോഴും സാന്ദ്രയുടെ മനസ്സാകെ കലുഷിതമായിരുന്നു. അവൾ കാറിന്റെ ചില്ല് താഴ്ത്തിയിട്ട് പുറത്തേക്ക് നോക്കി മന്ത്രിച്ചു. ആയിഷത്താത്ത ഒരു വേശ്യയായിരുന്നു എങ്കിൽ നാട്ടുകാർ അവരെ എന്തിന് ഇത്രയ്ക്കും ബഹുമാനിക്കണം? നാട്ടുകാരുടെ ബഹുമാനമാണ് ശരിയെങ്കിൽ തമ്പി എന്തിന് കള്ളം പറയണം? ഉറക്കച്ചടവോടെ സാന്ദ്ര ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി. സുന്ദരിപ്പുഴയുടെ ഓളങ്ങളിൽ തട്ടിച്ചിതറിത്തെറിച്ച് മുഖത്തേക്ക് പതിച്ച സൂര്യരശ്മികളെ കൈയുയർത്തി തടഞ്ഞ ശേഷം അവൾ മെല്ലെ വിരലുകൾ വിടർത്തി അതിനിടയിലൂടെ പുഴയിലേക്ക് നോക്കി. നിനക്ക് എന്നോടെന്തോ പറയാനുണ്ടല്ലോ സുന്ദരിപ്പുഴേ. പറഞ്ഞോ, കേൾക്കാൻ ഞാൻ റെഡിയാ. ചായ. ആ മറുപടി കേട്ട് ചിരിച്ചുകൊണ്ട് സാന്ദ്ര മൊഴിഞ്ഞു. ചായയല്ല, കഥകളാണ് എനിക്ക് കേൾക്കേണ്ടത്. നിന്നിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ നാടിന്റെ ചരിത്രവും രഹസ്യങ്ങളുമെല്ലാം. മാഡം, ചായ വേണ്ടേ? ഓ, നീയായിരുന്നു കെവിനി. ഞാനൊന്ന് തെറ്റിദ്ധരിച്ചു. ബഹളം വെക്കല്ലേ, ഇപ്പോ വാതിൽ തുറക്കാം. അവൾ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് വാതിലിന്റെ കൊളുത്ത് മെല്ലെ നീക്കി. കേറിവാടാ. ചേച്ചി ആരോടാ സംസാരിച്ചു കൊണ്ടിരുന്നേ? അകത്തേക്ക് കയറാതെ കട്ടിളപ്പടിയിൽ ചാരി നിന്നുകൊണ്ട് അവൻ ചോദിച്ച ചോദ്യത്തിൽ ഭയവും ആശങ്കയും നിഴലിച്ചു നിന്നിരുന്നു. അതോ, അത് പിന്നെ നീ ആരോടും പറയരുത്. ഞാൻ താത്തയോടാ സംസാരിച്ചത്. ഒന്ന് പോരേച്ചി, വെറുതെ പേടിപ്പിക്കല്ലേ. അല്ലേ തന്നെ ഒന്ന് കണ്ടതിന്റെ പേടി ഇതുവരെ മാറിയിട്ടില്ല. അവൻ അകത്തേക്ക് കയറി കയ്യിലിരുന്ന ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ച ശേഷം ഫ്ലാസ്കിൽ നിന്ന് ചായ പകരാൻ തുടങ്ങി. അപ്പനെങ്ങനെയുണ്ട്? ഓ, എന്നാ പറയാനാ. ഒരു ശവം കാരണം പശുവിനെ കറക്കണ പണി എന്റെ തലയിലായി. അപ്പൻ വീട്ടിൽ വന്നാ അടങ്ങിയിരിക്കത്തില്ലെന്നേ. അത് ഡോക്ടർക്കറിയാം. സോ 2 ദിവസം കഴിഞ്ഞിട്ടേ ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ആ, നന്നായി. നിനക്ക് കോളേജിലൊന്നും പോകണ്ടേ? ആ ചോദ്യം കേട്ടതും കെവിന്റെ മുഖമൊന്ന് വാടി. എന്താടാ, എന്താ പറ്റി? ഒന്നുമില്ല. കോളേജിൽ നിന്ന് മിനിയാന്ന് രാത്രി എല്ലാരും ടൂറിന് പോയി. 7 ദിവസത്തേക്ക്. അല്ല, ഇനി 6 ദിവസത്തേക്ക് ഫ്രീയാ. പൈസക്ക് ടൈറ്റുള്ളോണ്ട് ഞാനും അനീഷും പോയില്ല. അതിന്റെ സങ്കടം മാറ്റാൻ അമ്മ തന്ന പൈസക്ക് സിനിമയും കണ്ടിട്ട് വരുന്ന വഴിക്കല്ലേ താത്തയുടെ വരവ്. സങ്കടപ്പെടണ്ട, ജോലിയൊക്കെ ആയിക്കഴിയുമ്പോ ലോകം മുഴുവൻ കറങ്ങാം. നീ പോയി കുളിച്ച് റെഡിയായി നിൽക്ക്. ആ അനീഷിനോടും പറ, നമുക്കൊരു ട്രിപ്പ് പോകാം. ദൂരത്തേക്കല്ല, ഈ ഗ്രാമത്തിന്റെ താത്തയുടെ കഥ തേടി ഒരു യാത്ര. ചായ ഊതി കുടിച്ചുകൊണ്ട് സാന്ദ്ര പറഞ്ഞത് അവന്റെ ഉള്ളിൽ ആനന്ദത്തിന്റെ 1000 തിരമാലകൾ ഉയർത്തി. ഫ്ലാസ്ക് മേശപ്പുറത്തേക്ക് വെച്ച ശേഷം വന്നതിലും വേഗത്തിൽ കെവിൻ വീടിനെ ലക്ഷ്യമാക്കി പായാൻ ആരംഭിച്ചു. കാലിയായ ചായ ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ച ശേഷം സാന്ദ്ര തന്റെ പോക്കറ്റ് ഡയറി എടുത്ത് പേജുകൾ മറിച്ച് വായന തുടങ്ങി. ഫീമെയിൽ മൾട്ടിപ്പിൾ സ്റ്റാപ്സ് റേപ്ഡ്. ആ വാക്കുകളിൽ തന്നെ അല്പനേരം അവൾ കണ്ണും നട്ടിരുന്ന ശേഷം പോക്കറ്റിൽ നിന്ന് പേനയെടുത്ത് എഴുതാൻ തുടങ്ങി. പ്രേതത്തിന്റെ പഴക്കം 2 ആഴ്ച. മരണകാരണം ബ്ലഡ് ലോസ്. മരിച്ചത് അറിയില്ല. കൊന്നത് അറിയില്ല. സെമൻ ടെസ്റ്റ് നോട്ട് പോസിബിൾ. വെയിറ്റ് അണ്ടിൽ സൂപ്പർ ഇമ്പോസിഷൻ.
ഡെഡ് എൻഡ്. ഡയറിയും പേനയും തിരികെ പോക്കറ്റിലിട്ട ശേഷം ബാഗിൽ നിന്നൊരു ടവലും എടുത്ത് തോളത്തേക്കിട്ടുകൊണ്ട് അവൾ താഴെയുള്ള കടവ് ലക്ഷ്യമാക്കി നടന്നു. ചേച്ചിക്ക് ഈ കറുപ്പ് കളർ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ? പിൻസീറ്റിലിരുന്ന അനീഷിന്റെ ചോദ്യം കേട്ട് സാന്ദ്ര പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കറുപ്പ് മാത്രമേ ഉള്ളൂ. ഞാനൊരു ബാറ്റ്മാൻ ഫാനാണെന്ന് കൂട്ടിക്കൂ. അതുകൊള്ളാം. ഞങ്ങളൊക്കെ മാർവൽ ഫാനാണ്. അവിടെ സംഭവം ഫുള്ള് കളറാ. അല്ല, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? അതെന്ത് ചോദ്യാ കെവിനെ? ഞാൻ ഈ നാട്ടിൽ പുതിയതല്ലേ. അപ്പോ നിങ്ങളല്ലേ വഴി കാണിക്കേണ്ടത്. താത്തയെ പറ്റി അറിയാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലത്തേക്കുള്ള വഴി പറ. ആ വാക്കുകൾ കേട്ട് കെവിനും മനീഷും അല്പനേരം പരസ്പരം നോക്കിയിരുന്ന ശേഷം ഒരേ ശബ്ദത്തിൽ ഉച്ചത്തിൽ പറഞ്ഞു. കാത്തയമ്മൂമ്മ. ഞങ്ങളുടെ ഫ്രണ്ട് സഞ്ജനയുടെ അമ്മൂമ്മയാണ്. വയസ്സ് കുറയുണ്ടെങ്കിലും ആളിപ്പോഴും പവറാ. വഴി പറ മക്കളെ. ഈ വഴി നേരെ താഴോട്ട് 2 കിലോമീറ്റർ പോയാൽ മതി. ഇറക്കം തീരുന്നിടത്തെ ആദ്യത്തെ വീടാ. സാന്ദ്ര ആക്സിലറേറ്ററിലേക്ക് മെല്ലെ കാലമർത്തി. ഇരുവശവും മരങ്ങൾ തിങ്ങി നിന്ന വഴിയിലൂടെ ആ വാഹനം കുതിച്ചുപായാൻ തുടങ്ങി. അല്പദൂരം ചെന്നതും അവൾ ആ വാഹനത്തിനെ നിയന്ത്രിച്ച് നിർത്തിയ ശേഷം പുറത്തേക്കിറങ്ങി. എത്തിയില്ല ചേച്ചി, കുറച്ചുകൂടെ പോകാനുണ്ട്. അനീഷിന്റെ വാക്കുകളെ പാടെ അവഗണിച്ചുകൊണ്ട് അവൾ റോഡ് മുറിച്ചു കടന്ന് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും അനീഷും കെവിനും വണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. സാന്ദ്ര മെല്ലെ തിരിഞ്ഞ് ഇരുവരോടും വണ്ടിയിൽ തന്നെ ഇരിക്കാൻ ആംഗ്യം കാട്ടിയ ശേഷം റോഡിന്റെ മറുവശത്ത് ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരുന്ന 2 പേരുടെ അരികിലേക്ക് ചെന്നു. അവിടെ ഇരുന്നവരുടെ ഇടതുഭാഗത്തായി നിന്ന മരക്കുറ്റിയിലായിരുന്നു അവളുടെ ശ്രദ്ധയാത്രയും. അവളുടെ നോട്ടവും ഭാവവും കണ്ട് ഇരുന്നവരിൽ ഒരാൾ ഉച്ചത്തിൽ ചുമച്ചു. നിങ്ങൾ എന്തുകൊണ്ടാ മരം വെട്ടുന്നത്? അപരിചിതയായ ഒരു സ്ത്രീയിൽ നിന്നും അത്തരമൊരു ചോദ്യം അവരിരുവരും തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? സമചിത്തത വീണ്ടെടുത്തുകൊണ്ട് അവരിലൊരുവൻ ആരാഞ്ഞു. പോലീസ്. തന്റെ ID കാർഡ് ഉയർത്തി കാണിച്ചുകൊണ്ട് അല്പം അധികാരം കലർന്ന ശബ്ദത്തിൽ അവൾ പ്രതിവചിച്ചു. ഞെട്ടലോടെ ആ 2 പുരുഷന്മാരും ചാടിയെഴുന്നേറ്റ് അവൾക്ക് മുന്നിൽ ഭവ്യതയോടെ നിന്നുകൊണ്ട് പറഞ്ഞു. ചെയിൻസോ. മരം വലുതായതുകൊണ്ട് കോടാലി കൊണ്ടുള്ള പണി കൂടുതലാ. ഇതെന്ന് മുറിച്ചതാ? അത് പിന്നെ കഴിഞ്ഞ മാസം 28-ന്. തലയിൽ ചൊറിഞ്ഞുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ ഒരുവൻ പറഞ്ഞു. സാന്ദ്ര കൈവിരലുകൾ മടക്കി കണക്കുകൂട്ടിയതിനു ശേഷം തല ഉയർത്തി അവരോട് ചോദിച്ചു. സോ 2 ആഴ്ച കഴിഞ്ഞു. എന്തുപറ്റി ഇത്രയ്ക്ക് താമസം വന്നത്? വീട്ടിലെന്തെങ്കിലും ആവശ്യം വന്നു? ഇരുവരും പരസ്പരം നോക്കി എന്തൊക്കെയോ മുറുമുറുത്തുകൊണ്ടിരുന്നു. ഉച്ചത്തിൽ പറ. സാറേ, ഞങ്ങൾ ആദ്യത്തെ മരം മുറിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡീസൽ തീർന്നുപോയി. പിന്നെ സന്ധ്യയാകാൻ തുടങ്ങിയതുകൊണ്ട് പണിയൊക്കെ നിർത്തി പതിവ് പോലെ വീടിന്റെ ഉമ്മറത്ത് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അന്തിയും പോന്തി കിടന്നു. നേരം വെളുത്തപ്പോഴാണ് ചെയിൻസോ ആരോ കട്ടുകൊണ്ട് പോയെന്ന് മനസ്സിലായത്. പിന്നെ ഒരെണ്ണം പട്ടണത്തിൽ പോയി ഒപ്പിച്ചെടുക്കാൻ താമസിച്ചു. നിങ്ങൾ പോലീസിൽ പറഞ്ഞില്ലേ? തമ്പി മുതലാളിയുടെ പണിക്കാർ പോലീസിൽ പോകാനോ? അതൊക്കെ മുതലാളിയോട് പറഞ്ഞിട്ടുണ്ട് സാറേ. പുതിയതൊന്ന് വാങ്ങാൻ പൈസ തരാമെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. ഓ, 2 ആളും വന്ന് വണ്ടിയിൽ കയറിക്കോ. കുറച്ചധികം ചോദിക്കാനുണ്ട്. സാറേ, സാറേന്ന് വിളിച്ച് നാക്കുകൊണ്ട് മാറ്റി വിളിപ്പിക്കല്ലേ. തമ്പി മുതലാളി അറിഞ്ഞാൽ തലയിൽ തൊപ്പിയെന്നല്ല, തൊപ്പി വെക്കാൻ തല തന്നെ കാണില്ല. അയാൾ പറഞ്ഞു നിർത്തിയതും സാന്ദ്രയുടെ ഇടതുകൈ അയാളുടെ കരണത്തിൽ പതിച്ചതും ഒന്നിച്ചായിരുന്നു. അടികിട്ടിയ ഊക്കിൽ അയാൾ നിലത്തേക്ക് കമിഴ്ന്നു വീണു. സാന്ദ്ര വീണ്ടും കൈയുയർത്തിയതും 2ാമത്തെ മരം വെട്ടുകാരൻ ഓടിച്ചെന്ന് കാറിന്റെ പിൻസീറ്റിലേക്ക് കയറി. നിലത്തേക്ക് വീണ അയാൾ മെല്ലെ കൈകുത്തി എഴുന്നേറ്റ ശേഷം തലയൊന്നു കുടഞ്ഞു. സാന്ദ്ര അയാളുടെ കഴുത്തിൽ കിടന്ന തോർത്തിൽ കൂട്ടിപ്പിടിച്ച് അയാളെ കാറിലേക്ക് വലിച്ചു കയറ്റി. സാന്ദ്രയുടെ ഭാവമാറ്റം കണ്ട് ഞെട്ടലോടെ കെവിനും മനീഷും വായ പൊളിച്ചിരുന്നു. അപ്പൊ പോകുമല്ലേ? സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ആക്ഷൻ നേരിട്ട് കണ്ടതിന്റെ തരിപ്പ് മാറാതിരുന്ന ആ ചെറുപ്പക്കാരുടെ ചെവികളിൽ ആ ചോദ്യം കയറിയില്ല. സാന്ദ്ര ഇരുവരെയും ഒന്ന് നോക്കിയ ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. ചേച്ചി, ഇവരാണോ ആ പെണ്ണിനെ കൊന്നത്? കെവിന്റെ ചോദ്യത്തിന് മറുപടി നൽകാതെ സാന്ദ്ര മുന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് സ്റ്റിയറിംഗ് പിടിച്ചു. കെവിന്റെ ചോദ്യവും സാന്ദ്രയുടെ മൗനവും പിൻസീറ്റിൽ ആ മരം വെട്ടുകാരൻ്റെ അരികിലിരുന്ന അനീഷിന്റെ ഉള്ളിലേക്ക് കൊള്ളിയാൻ പോലെ പതിച്ചു. ഇറക്കത്തിലെ വീടിന് മുന്നിൽ ഇരമ്പലോടെ ആ വാഹനം നിന്നതും അത്രയും നേരം അതിനുള്ളിൽ ശ്വാസം പിടിച്ചിരുന്ന കെവിനും മനീഷും വണ്ടിക്കുള്ളിൽ നിന്നും ചാടിയിറങ്ങി. ഡാഷ്ബോർഡിന്റെ ഉള്ളിൽ നിന്നൊരു കയറുമെടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങിയ സാന്ദ്ര
അനീഷ് തുറന്നിട്ട ഡോർ വഴി അകത്തേക്ക് കയറിയ ശേഷം അകത്തിരുന്ന 2 മരം വെട്ടുകാരുടെയും കൈകൾ പിന്നിലേക്ക് ചേർത്ത് കൂട്ടിക്കെട്ടി. മറ്റൊരു കയറെടുത്ത് ഇരുവരുടെയും കാലുകൾ തമ്മിലും മുറുക്കി കെട്ടിയ ശേഷം ഡോർ അടച്ച് ലോക്ക് ചെയ്തു. അപ്പോ കേറുവല്ലേ പിള്ളേരെ? അവരൊച്ച വെച്ചാലോ? ഓ, അത് ഞാൻ ഓർത്തില്ല. ഈ ബുദ്ധി വെച്ച് നീ കുറെ നേടുവല്ലോ കെവിനെ. അവനെ പ്രശംസിച്ചുകൊണ്ട് അവൾ കാറിന്റെ വാതിൽ തുറന്ന് ഡാഷിൽ നിന്നൊരു ചെറിയ കുപ്പിയെടുത്ത് അവരിരുവരുടെയും മുഖത്തേക്കൊന്ന് സ്പ്രേ ചെയ്ത ശേഷം ഡോറ് വലിച്ചടച്ചു. ഇപ്പൊ പോകാലോ അല്ലേ? ഇരുവരും തികട്ടി വന്ന ഭയം ഉള്ളിലൊതുക്കിക്കൊണ്ട് തലയാട്ടി. എന്തുവാ സ്പ്രേ ചെയ്തത്? ക്ലോറോഫോം. എന്നിട്ടവർ ബോധം കിട്ടില്ലല്ലോ? എന്റെ പൊന്നു കെവിനെ, അതൊക്കെ സിനിമയിലേ നടക്കൂ. ഏതൊരു മരുന്നും ശരീരത്തിൽ പ്രവർത്തിക്കാൻ അല്പസമയമെടുക്കും. ക്ലോറോഫോമിന് പ്രവർത്തിച്ചു തുടങ്ങാൻ ഏകദേശം 6 മിനിറ്റെങ്കിലും വേണം. വെറുതെ കുറെ സിനിമ കണ്ട് തള്ളുന്നതിന് കുഴപ്പമായത്. നിങ്ങളുടെ കോളേജിലെല്ലാരും ടൂറിന് പോയേക്കുമല്ലേ? അപ്പോ നിങ്ങളുടെ കൂട്ടുകാരിയില്ലാതെ എങ്ങനാ അങ്ങോട്ട് കയറി ചെല്ലുന്നത്? ഇതൊരു ഗ്രാമമാണ് ചേച്ചി. പട്ടണത്തെ പോലെയല്ല കാര്യങ്ങൾ. അവൾ ഉണ്ടേലും ഇല്ലേലും ഞങ്ങൾക്കിവിടെ വരാം. ഇപ്പൊ എന്തായാലും അവൾ അകത്തുണ്ടാകും. ഞങ്ങളില്ലാത്തോണ്ട് അവളും ടൂറിനില്ലെന്ന് പറഞ്ഞായിരുന്നു. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ചേച്ചി. ഉത്തരത്തിന് അവസാനം ഒരു മുഖവുരയിട്ടുകൊണ്ട് അനീഷ് തുടർന്നു. അവരെ ബോധം കെടുത്താൻ സ്പ്രേ അടിച്ചു. കാറിപ്പോ ലോക്ക്ഡ് ആയോണ്ട് പിന്നെ വന്ന് കയറുമ്പോൾ നമുക്കും പണി കിട്ടില്ലേ? സാന്ദ്രമല്ലേ കൈയുയർത്തി അനീഷിന്റെ തൊള്ളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഗുഡ്. ഇതുപോലൊക്കെ ചിന്തിക്കുന്ന പിള്ളേരെ എനിക്ക് വലിയ ഇഷ്ടാ. ഇനി നിനക്കുള്ള ഉത്തരം. വണ്ടി ഓൺ ചെയ്ത് വിൻഡോയും താഴ്ത്തിയിട്ട് അല്പനേരം ഫാനിട്ട് വെച്ചാൽ ആ പ്രശ്നം തീരും. മൂവരും സംസാരിച്ചുകൊണ്ട് പാറക്കല്ലിൽ കൊത്തിയ പടികൾ കയറി റോഡിൽ നിന്ന് അല്പം മുകളിലായി നിന്നിരുന്ന ആ വീടിന് മുന്നിലെത്തി. ഡാ സഞ്ജു, അകത്തുണ്ടോ നീ? കതകിൽ തട്ടിക്കൊണ്ട് കെവിൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. ഓ, തല്ലി പൊളിക്കണ്ട, ഇപ്പൊ തുറക്കാം. അകത്തു നിന്ന് വന്ന മറുപടി കേട്ട് കെവിൻ വാതിലിൽ ആഞ്ഞു തട്ടാൻ തുടങ്ങി. ചെക്ക, മര്യാദക്കിരിക്കെ. ആ കൊച്ചു പറഞ്ഞല്ലോ തുറക്കാന്ന്. ഒന്നുമില്ലേലും എന്നെപ്പറ്റി ഈ വീട്ടുകാർ എന്നാ വിചാരിക്കും? സാന്ദ്രയുടെ വാക്കുകൾ ഗൗനിക്കാതെ കെവിൻ തന്റെ തട്ടൽ തുടർന്നു. വാതിലിന്റെ ഓടാമ്പൽ നീങ്ങുന്ന ശബ്ദം കേട്ടതും അവൻ തന്റെ കൈകൾ പിൻവലിച്ചു. എടാ മരപ്പട്ടി, നീയോ? വാതിൽ തുറന്നുകൊണ്ട് കെവിന്റെ മുഖത്ത് നോക്കി സഞ്ജന ഉറക്കെ പറഞ്ഞു. മരപ്പട്ടി ഉണ്ടെങ്കിൽ ഈനാമ്പേശിയും കാണേണ്ടതാണല്ലോ. എവിടെ നോക്കട്ടെ? അവൾ കെവിനെ തള്ളിമാറ്റി അനീഷിനെ നോക്കിയതും അവന്റെ പിന്നിലായി നിന്ന സാന്ദ്രയെ കണ്ട് പല്ലു കടിച്ചുകൊണ്ട് ശ്വാസം വലിച്ച് തന്റെ ഇളിഭ്യത മറക്കാൻ ശ്രമിച്ചു. മാറടി വെള്ളപ്പാറ്റേ. അവളെ തള്ളിമാറ്റിക്കൊണ്ട് കെവിൻ അകത്തേക്ക് കയറി. പിന്നാലെ അനീഷും. ചേച്ചി, അവിടെ തന്നെ നിൽക്കാതെ കയറി വാ. ഇപ്പൊ കേട്ടതൊന്നും കാര്യാക്കണ്ട. ഇതൊക്കെ ഞങ്ങൾക്കിടയിൽ പതിവാണ്. സഞ്ജനയുടെ ക്ഷണം സ്വീകരിച്ച് സാന്ദ്ര ആ വീടിനുള്ളിലേക്ക് കയറി. അമ്മൂമ്മേ. അകത്തെ മുറിയിലേക്കും അടുക്കളയിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് അനീഷ് വിളിച്ചുകൊണ്ടിരുന്നു. ഒന്ന് നിർത്തടാ. ഒരു ഗസ്റ്റിനെയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? സഞ്ജനയുടെ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് കെവിൻ പറഞ്ഞു. അതിന് നിന്നെ കാണാൻ ഇവിടെ ആരും വന്നിട്ടില്ല. ഞങ്ങൾ അമ്മൂമ്മയെ കാണാൻ വന്നതാ. ആ, ബെസ്റ്റ്. എന്നാ വേഗം നിന്റെ അപ്പൻ കിടക്കുന്ന ആശുപത്രിയിലേക്ക് വിട്ടോ. പ്രഷർ കൂടിയിട്ട് അമ്മൂമ്മയെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഷിറ്റ്. ഇതാര്? ലേഡി ഭരചന്ദ്രനോ? സാന്ദ്രയുടെ റിയാക്ഷൻ കേട്ട് സഞ്ജന കളിയാക്കി ചോദിച്ചു. നീ കൂടുതൽ ഇളക്കണ്ട. ചേച്ചിക്ക് പോലീസിൽ തന്നെയാ ജോലി. പോലീസ് സർജനാണ്. നമ്മുടെ താത്തക്കടവിലെ കൊലപാതകം അന്വേഷിക്കാൻ വന്നതാ. സഞ്ജന കണ്ണുകളടച്ച് തലകുടഞ്ഞ ശേഷം കെവിന്റെ ചെവിയിൽ മന്ത്രിച്ചു. എന്നാ പിന്നെ ആദ്യമേ പറഞ്ഞൂടെ? ഞാനോർത്ത് നിന്റെ വല്ല ബന്ധുവും കല്യാണം വിളിക്കാൻ വന്നതാണെന്ന്. അതേ സഞ്ജന, ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മൂമ്മ ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് വരാം. അയ്യോ മാഡം, നിൽക്ക്. ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പോകാം. ഞാൻ കളിയാക്കിയതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. ഞാനിങ്ങനെ എന്തേലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സോറി ട്ടോ, റിയലി സോറി. ഇരിക്കെ, ഇപ്പൊ ചായ എടുക്കാം. ഒരു പുഞ്ചിരി സമാനമായി നൽകിയ ശേഷം സാന്ദ്ര ഒരു കസേരയിലേക്ക് ഇരുന്നു. കേസ് അന്വേഷിക്കാൻ വന്നതാണെങ്കിൽ നിങ്ങളെന്തിനാ അമ്മൂമ്മയെ കാണുന്നത്? നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള എന്റെ അമ്മൂമ്മ ഇനി കൊല ചെയ്തോ? എടി, അത് പിന്നെ ഞങ്ങൾ താത്തക്കടവിന്റെ കഥ അറിയാൻ വന്നതാ. ചേച്ചിക്ക് താത്തയെപ്പറ്റി അറിയാൻ ഭയങ്കര ആകാംക്ഷ. കൂട്ടത്തിൽ ഞങ്ങൾക്കും. അനീഷിന്റെ മറുപടി കേട്ടതും സഞ്ജന തിരിഞ്ഞ് അവരുടെ അരികിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ഓ, അതാണോ കാര്യം? അതിന് അമ്മൂമ്മയെ കാണണമെന്നില്ല. ഈ ഞാൻ തന്നെ ധാരാളം.
ഇതൊക്കെ ഞാൻ പണ്ടേ ആ തലച്ചോറിൽ നിന്ന് ചൂണ്ടിയതാ. കെവിനെ, നീ പോയി ചായ വെക്ക്. ഞങ്ങളെ കുറച്ച് സീരിയസ് ആയി സംസാരിക്കട്ടെ. തന്റെ തൊണ്ടയൊന്ന് ശരിയാക്കിക്കൊണ്ട് സഞ്ജന തുടർന്നു. 1970കളുടെ ആരംഭത്തിലും ഈ ഗ്രാമത്തിന്റെ ഭൂരിഭാഗവും ഇന്ന് കാണുന്നതിനേക്കാൾ കാടായിരുന്നു. ജനസംഖ്യ കുറവായിരുന്നു. പക്ഷേ ആ കുറവിൽ കൂടുതലും ഹിന്ദുക്കളായിരുന്നു. പിന്നെ പേരിന് കുറച്ച് ക്രിസ്ത്യാനികളും. ഇവിടത്തെ ആളുകളെല്ലാം പണിയെടുത്തിരുന്നത് രാഘവൻ തമ്പി എന്ന ഒരാളുടെ പറമ്പിലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ജന്മി കുടിയാൻ സെറ്റപ്പ്. അങ്ങനെയിരിക്കെ ഒരു നാൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1976-ൽ ഒരു മുസ്ലിം സ്ത്രീ ഈ നാട്ടിലേക്ക് താമസം മാറി വന്നു. അന്നവർക്ക് ഒരു 25 വയസ്സോ മറ്റോ ആണ് പ്രായം. വെളുത്തു തൊടുത്തൊരു സുന്ദരി. ഈ അറബി കഥകളിലൊക്കെ പറയുന്ന ഹൂറിയെ പോലെ. സ്ത്രീകൾ പുറത്ത് പണിക്ക് പോവുക എന്ന് പറയുന്നത് തന്നെ കുറച്ചിലായിരുന്ന ആ കാലത്ത് കിട്ടിയ ജോലിക്ക് വേണ്ടി വീട്ടുകാർ ഉറപ്പിച്ച നിക്കാഹ് പോലും വേണ്ടെന്ന് വെച്ച് അവർ ഈ നാട്ടിലേക്ക് പോന്നു. അങ്ങനെ അവർ ഈ ഗ്രാമത്തിലെ പോസ്റ്റ് ഓഫീസിൽ ജോലിക്ക് കയറി. തുണയ്ക്ക് ആരുമില്ലാത്ത ആ സ്ത്രീക്ക് താമസിക്കാനും മറ്റും സൗകര്യം ചെയ്തു കൊടുത്തത് രാഘവൻ തമ്പിയായിരുന്നു. അതിനെപ്പറ്റി ആളുകൾ പിന്നീട് പല കഥകളും പറഞ്ഞുണ്ടാക്കി. പക്ഷേ പ്രശ്നങ്ങൾ തുടങ്ങിയത് അവിടെ നിന്നായിരുന്നു. ജാതിയും മതവുമൊക്കെ തലയ്ക്ക് പിടിച്ച ആളുകൾ ഇന്നത്തെ പോലെ അന്നും ഉണ്ടായിരുന്നല്ലോ. ആയിഷ താത്തയെ ആരും വീട്ടിലടുപ്പിക്കില്ല. അങ്ങനെ ഒരു സഹകരണവുമില്ലാതെ അവർ രാഘവൻ തമ്പി ശരിയാക്കി കൊടുത്ത വീടിനുള്ളിലേക്ക് ഒതുങ്ങിക്കൂടി. പക്ഷേ ആളുകൾ വിട്ടില്ല. രാത്രിയൊക്കെ അവരുടെ വീടിന്റെ കതകിൽ തട്ടാനും കമന്റ് അടിക്കാനുമൊക്കെ തുടങ്ങി. അങ്ങനെ കരക്കമ്പി പടർന്ന് ആളുകളുടെ വാക്കുകളിൽ മാത്രം അവരൊരു വേശ്യയായി മാറി. പക്ഷേ ഇതിനെല്ലാം പിന്നിൽ മറ്റൊരാളായിരുന്നു. ശേഖരൻ തമ്പി എന്ന അസുരവിത്ത്. ആയിഷ താത്തയുടെ തൊലിവെളുപ്പിൽ മയങ്ങിയ അയാൾ ജനങ്ങൾക്ക് കള്ളുവാങ്ങിക്കൊടുത്ത് അവരെ കൊണ്ട് താത്തയെ ദ്രോഹിപ്പിച്ചു. നാട്ടുകാർ അയാൾക്കൊപ്പം നിൽക്കാൻ മറ്റൊരു കാര്യവും ഉണ്ടായിരുന്നു. ശേഖരൻ തമ്പി ആയിഷയുടെ പിന്നാലെ പോയാൽ ആ കുടുംബം തകരും. അതോടെ തങ്ങളുടെ വീടുകളിലെ പെണ്ണുങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങാം. പക്ഷേ ഇടിയും മഴയുമുള്ളൊരു രാത്രി ആരും പ്രതീക്ഷിക്കാത്ത ഒന്ന് സംഭവിച്ചു. ശേഖരൻ തമ്പി ആയിഷയെ ബലാത്സംഗം ചെയ്തു. മഴയുടെ കനത്ത ശബ്ദത്തിൽ അവരുടെ ശബ്ദം മുങ്ങിപ്പോയി. മണിക്കൂറുകളോളം ആയിഷയെ ദ്രോഹിച്ച് ഒരു പരുവമാക്കിയിട്ട് അയാൾ തിരികെ വീട്ടിലെത്തി. കാര്യങ്ങളറിഞ്ഞ രാഘവൻ തമ്പി മകനെയും കൂട്ടി ആ വീട്ടിലേക്ക് തിരികെ വന്നു. ഇരുവരും ചേർന്ന് ആയിഷയെ താങ്ങിയെടുത്ത് സുന്ദരിപ്പുഴയുടെ തീരത്തേക്ക് കൊണ്ടുവന്നു. അലറിക്കുതിച്ചൊഴുകിക്കൊണ്ടിരുന്ന പുഴയിലെ വെള്ളത്തിൽ മുക്കി അവരാ സ്ത്രീയെ കൊന്നു. ശവം വെട്ടിമുറിച്ച് പുഴയിൽ ഒഴുക്കാൻ മകന് നിർദ്ദേശം നൽകിയിട്ട് രാഘവൻ തമ്പി തിരികെ വീട്ടിലേക്ക് പോയി. പക്ഷേ ശേഖരന്റെ കാമവെറി അപ്പോഴും അടങ്ങിയിരുന്നില്ല. ആ പുഴയുടെ തീരത്ത് വെച്ച് ഇരുട്ടിന്റെയും മഴയുടെയും മറവിൽ ശേഖരൻ കൊതി തീരും വരെ ആ ശവശരീരത്തെ ഭോഗിച്ച ശേഷം ശവം വെട്ടിമുറിച്ച് കടവിലെ പടിക്കെട്ടിൽ തന്നെ ഇട്ടു. ചായ. കെവിന്റെ ശബ്ദമുയർന്നതും സഞ്ജന ദേഷ്യത്തോടെ അവനെ നോക്കി പല്ലിറുമി. 4 പേരും ചായക്കപ്പെടുത്ത് ചുണ്ടോട് ചേർത്തു. സാന്ദ്രാകാംക്ഷയോടെ സഞ്ജനയെ തന്നെ നോക്കിക്കൊണ്ട് ചായ കൂടി തുടർന്നു. അങ്ങനെ ആയിഷ താത്ത കൊല്ലപ്പെട്ടു. പക്ഷെ അന്നു മുതൽ തമ്പിയുടെ കുടുംബത്തിന് ഓരോരോ ഉപദ്രവങ്ങൾ വരാൻ തുടങ്ങി. പോലീസ് അന്വേഷണമൊന്നും ഉണ്ടായില്ലേ? സാന്ദ്രയുടെ ചോദ്യം കേട്ട സഞ്ജന ചിരിച്ചുകൊണ്ട് തുടർന്നു. പോലീസ് വന്നു. തമ്പിയുടെ വീട്ടിലെ ഭക്ഷണവും കഴിച്ച് അയാൾ കൊടുത്ത പണവും വാങ്ങി പോക്കറ്റിൽ വെച്ച് പോന്നു. ഇതൊന്നും പോരാത്തതിന് അടിയാത്തി പെണ്ണുങ്ങളെ വരെ അയാൾ അവർക്ക് കാഴ്ചവെച്ചു. എന്തിന്? രാഘവൻ തമ്പിയുടെ മകൾ സുമംഗല വരെ ആങ്ങളയെ രക്ഷിക്കാൻ പോലീസിന് മുന്നിൽ തുണിയഴിച്ചു. അങ്ങനെ ആ കേസ് ഇല്ലാണ്ടായെങ്കിലും താത്തയുടെ ആത്മാവ് അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒടുക്കം രാഘവൻ തമ്പി എവിടെ നിന്നോ ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ആ ഉപദ്രവവും തീർത്തു. പക്ഷേ അയാൾ ചെയ്തതിനെല്ലാം മറുപടിയെന്നോണം മൂത്രമൊഴിക്കാൻ പറ്റാതെയാണ് അയാൾ മരിച്ചത്. അതൊന്നും താത്ത സഹിച്ച വേദനയോളം വരില്ല. എങ്കിലും ചെറിയൊരു സമാധാനം. പിന്നെ എങ്ങനാ മോളെ താത്ത ഈ നാട്ടുകാർക്ക് ഒരു ദൈവമായി മാറിയത്? ഒന്നാമത്തെ കാര്യം രാഘവൻ തമ്പിയുടെ മരണം. അത് ആ കുടുംബത്തെ ഒന്ന് പിടിച്ചുലച്ചു. പിന്നെ ശേഖരൻ തമ്പിയെ രാത്രിയിലൊക്കെ പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കാതെ വിളക്കും തെളിച്ച് താത്തയുടെ പ്രേതം ഇവിടെയാകെ അലയാൻ തുടങ്ങി. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ വിളക്ക് തെളിയിച്ച് അറിയിപ്പ് തരാൻ തുടങ്ങി. ആദ്യമൊക്കെ ആളുകൾക്ക് പേടിയായിരുന്നെങ്കിലും ഉപദ്രവമൊന്നും ഇല്ലാതായപ്പോൾ ആ പേടി മാറി.
അങ്ങനെ ആ കടവ് താത്തക്കടവായി മാറി. നാട്ടുകാർക്ക് പേടിയില്ലെങ്കിലും താത്തയെ നേരിട്ട് കാണുന്നത് ചില ഈനാമ്പേശികളിൽ ഇപ്പോഴും പേടിയുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഓടി വെള്ളപ്പാറ്റെ, അതിനിടയിൽ കൂടെ എനിക്കിട്ട് താങ്ങുന്നു. അനീഷ് ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു. വെറുതെ പറഞ്ഞതാടാ. ഇന്നത്തെ തലമുറയിൽ പലർക്കും ഈ കഥയല്ല, ഈ സംഭവം അറിയാത്തതുകൊണ്ട് നിന്നെപ്പോലെ പലരും പേടിക്കുന്നുണ്ട്. എന്റെ പൊന്നു മാഡം, അന്ന് ശേഖരൻ തമ്പിയും അച്ഛനും കൂടെ താത്തയെ കൊന്നു. ഇന്നും സംഭവിച്ചിരിക്കുന്നത് അതുതന്നെയാണ്. പക്ഷെ ഇത്തവണ അയാൾക്ക് കൂട്ട് സ്വന്തം മക്കളാണ്. അവരെ പൂട്ടണം, നാറികള്. പറഞ്ഞു നിർത്തിക്കൊണ്ട് സഞ്ജന ദേഷ്യത്തോടെ മേശപ്പുറത്തിടിച്ചു. കൂൾ മോളെ, ഞാൻ അന്വേഷിക്കട്ടെ. തെളിവില്ലാതെ ഒരു കേസും നിൽക്കില്ലല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ചായ ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് സാന്ദ്ര പറഞ്ഞു. അവർ മൂവരും സഞ്ജനയോട് വിട പറഞ്ഞ ശേഷം കാറിനരികിലേക്ക് നടന്നു. പടിക്കെട്ടുകൾക്ക് താഴെ റോഡിനരികിൽ ഡോറുകൾ തുറന്ന നിലയിൽ കാറ് കണ്ടതും സാന്ദ്ര ഞെട്ടലോടെ ചുറ്റുമൊന്ന് നോക്കി. ചേച്ചി, നമ്മൾ പിടിച്ചവർ രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ടതല്ല ഗവിനി. എങ്ങനെയായാലും അവർക്ക് ഓടാൻ പറ്റാത്ത വിധമായിരുന്നു ഞാൻ കെട്ടിയിരുന്നത്. അതുമല്ല, മയക്കം കഴിഞ്ഞെഴുന്നേറ്റാലും നേരാവണ്ണം നടക്കാൻ പോലും പ്രയാസമായിരിക്കും. ഇവിടെ മറ്റാരോ ഉണ്ടായിരുന്നു. അവരാണ് ആ മരം വെട്ടുകാരെ രക്ഷിച്ചുകൊണ്ടു പോയത്. ദി റിയൽ മർഡർ ഓർ മർഡേഴ്സ്. എന്തായാലും നിന്റെ കൂട്ടുകാരിയെ ഒറ്റയ്ക്ക് വിട്ടുപോയാൽ ശരിയാകില്ല. അവളെയും വിളിച്ചോ. നമുക്ക് കുറച്ച് പെട്രോൾ അടിക്കാൻ സമയമായി. പിടിച്ചവർ പോയി. എന്തായാലും വില്ലന്റെ ടീംസ് നമ്മളെ പണിയും. എന്താ ചേച്ചി പ്ലാൻ? കെവിന്റെ ചോദ്യത്തിന് മറുപടി നൽകാതെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് സാന്ദ്ര വണ്ടി ഓടിക്കുന്നതിൽ മുഴുകിയിരുന്നു. നിർത്ത്. ഈ കഥയിലെ ഒരു നന്മ ഭാഗമുണ്ട്. ദാ അങ്ങോട്ട് നോക്ക്, ആ കുന്ന്. കാറിന്റെ ചില്ലിലൂടെ പുറത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് സഞ്ജന പറഞ്ഞു. സാന്ദ്ര വണ്ടി നിർത്തി. സഞ്ജന കൈ ചൂണ്ടിയ ദിക്കിലേക്ക് നോക്കി. പച്ചപ്പുല്ലുകൾ പുതച്ചു നിന്ന ആ കുന്നിന്റെ മുകളിൽ തന്റെ കൈകൾ ചുറ്റിനും വിരിച്ചുകൊണ്ട് ഒരു കൂറ്റൻ ആൽമരം ഒറ്റയ്ക്ക് നിന്നിരുന്നു. അത് കൊള്ളാലോ, കുന്നിന്റെ മുകളിൽ ഒറ്റയ്ക്കൊരാൽമരം. സാന്ദ്ര കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി ആ കുന്നിന്റെ ചിത്രങ്ങൾ ഫോണിൽ പകർത്താൻ ആരംഭിച്ചു. കുത്തിച്ചത്ത കുന്ന്. വിറയാർന്ന ശബ്ദത്തിൽ അനീഷ് പുലമ്പിയത് കേട്ട് സാന്ദ്ര അവനെ നോക്കി പുരികമുയർത്തി. മാഡം, ഇവിടത്തെ പേരൊക്കെ ഇങ്ങനെയാ. മരിച്ചവരുടെ പേരില കൂടുതലും സ്ഥലങ്ങൾ അറിയപ്പെടുന്നത്. സാന്ദ്രയുടെ ഫോണിലേക്ക് ഏറുകണ്ടിട്ട് നോക്കിയ ശേഷം സഞ്ജന തുടർന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കഥയിൽ അല്ല, സംഭവത്തിൽ സംഭവങ്ങളാണല്ലോ പിന്നീട് കഥകളാകുന്നത്. അപ്പോ പറഞ്ഞു വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടാൽ തോന്നും തമ്പി കുടുംബത്തിലെല്ലാവരും കാമഭ്രാന്തന്മാരാണെന്ന്. പക്ഷേ അങ്ങനെയല്ലാത്ത ഒരാളുണ്ടായിരുന്നു, വിശ്വംഭരൻ തമ്പി. രാഘവൻ തമ്പിയുടെ സഹോദരി അനസൂയയുടെ മകൻ. ജീവിച്ചിരുന്നെങ്കിൽ ശേഖരൻ തമ്പിയൊക്കെ അയാളുടെ കാൽച്ചുവട്ടിലായിരുന്നേനെ. ആ ചേട്ടനെയും അനുജനെയും പറ്റി നാട്ടുകാർ പിന്നീട് പറഞ്ഞത് അമാവാസിയും പൗർണമിയും എന്നായിരുന്നു. ഒരു വശത്ത് ശേഖരൻ തമ്പിയും അച്ഛനും നാട് മുഴുവൻ പെണ്ണുപിടിച്ച് നടക്കുമായിരുന്നെങ്കിൽ മറുപുറത്ത് വേദനിക്കുന്നവർക്ക് ഒരാശ്രയമായിരുന്നു വിശ്വംഭരൻ തമ്പി. ചെറുപ്പത്തിലെ തന്നെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട വിശ്വംഭരൻ പുറത്തെവിടെയോ പോയാണ് പഠിച്ചതൊക്കെ. പഠനമൊക്കെ പൂർത്തിയാക്കി തിരികെ വന്ന അയാൾ ഇവിടെ നിന്ന് പോയതിനേക്കാൾ വലിയ മനുഷ്യസ്നേഹിയായിട്ടായിരുന്നു തിരിച്ചു വന്നത്. കുട്ടിക്കാലത്തെ വേർപാടുകളുടെ വേദനകൾ അപ്പോഴും വേട്ടയാടിയിരുന്ന അയാൾ ഭക്ഷണ സാധനങ്ങളും പണവും കൊടുത്ത് ആളുകളെയൊക്കെ സഹായിച്ചു പോന്നു. പക്ഷേ ആ നാലുകെട്ടിനുള്ളിൽ നിന്ന് മുറുമുറുപ്പുകൾ ഉയരാൻ തുടങ്ങിയത് വിശ്വംഭരൻ നാട്ടിലെ തൊഴിലാളികളെ വിളിച്ചുകൂട്ടി യൂണിയൻ തുടങ്ങിയപ്പോഴായിരുന്നു. അത് ശരിക്കും തമ്പി കുടുംബത്തിന് വലിയൊരടിയായി. നാട്ടിലെ പെണ്ണുങ്ങളെ വിചാരിച്ചാകണം രാഘവൻ തമ്പിയും ശേഖരൻ തമ്പിയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. കാറിന്റെ ബോണറ്റിലേക്ക് കയറിയിരുന്ന ശേഷം തന്റെ മുന്നിൽ നിന്ന ആ മൂവർ സംഘത്തെ നോക്കിക്കൊണ്ട് സഞ്ജന കഥ തുടർന്നു. സീത എന്ന പെണ്ണിന്റെ മരണമായിരുന്നു പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കിയത്. ഈ നാട്ടിൽ പോലും ആരും കണ്ടിട്ടില്ലാത്ത ഒരു 18-കാരിയുടെ മൃതദേഹം സുന്ദരിപ്പുഴയോട് ചേരുന്നതിന്റെ തൊട്ടടുത്തുള്ള കലുങ്കിന്റെ അടിയിൽ കാണപ്പെട്ടത് ഈ നാടിനെ തന്നെ പിടിച്ചുലച്ചു. പോലീസിന്റെ നയം കണ്ട് വിശ്വംഭരൻ തമ്പി തന്റെ യൂണിയൻ ആളുകളെയും കൂട്ടി ആ കലുങ്കിന്റെ മുകളിൽ പ്രക്ഷോഭം തുടങ്ങി. എന്തിനുമേതിനും ഒരു നേതാവിനെ കിട്ടിയതുകൊണ്ട് വിശ്വംഭരൻ തമ്പിയുടെ ഭാഗത്തെ ആളുകളുടെ എണ്ണം പൊടുന്നനെ കൂടാൻ തുടങ്ങി. നാടാകെ ഇളകിയെന്ന് മനസ്സിലാക്കിയ വിശ്വംഭരൻ അടുത്ത പടിയായി പ്രക്ഷോഭം പുറത്തേക്ക് നയിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അന്യായമായി കൂട്ടം കൂടിയതിന് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. നേതാവിനെ നഷ്ടപ്പെട്ട ആ ജനക്കൂട്ടം ഇനി എന്തെന്നറിയാതെ പകച്ചു നിൽക്കെ ആ രാത്രി ആരോരും അറിയാതെ
രാഘവൻ തമ്പി തന്റെ മരുമകനെ ജാമ്യത്തിലിറക്കി. പോലീസുകാരുടെ കൈപ്പണി കഴിഞ്ഞിറങ്ങിയതുകൊണ്ട് വിശ്വംഭരന് തന്റെ അമ്മാവന്റെ കൂടെ പോകേണ്ടി വന്നെങ്കിലും അയാളുടെ ചിന്ത മുഴുവൻ പുറത്തെ ജനങ്ങളെ പറ്റിയായിരുന്നു. വിശ്വംഭരന്റെ മനസ്സ് മുൻകൂട്ടി ചിന്തിച്ചെടുത്ത രാഘവൻ തമ്പി പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്ത് ജീപ്പ് ഗ്രാമത്തിലെ വിജനമായ സ്ഥലത്ത് നിന്ന കുന്നിന്റെ മുകളിലേക്ക് നയിച്ചു. ആ രാത്രി രാഘവൻ തമ്പിയും പോലീസുകാരും ചേർന്ന് വിശ്വംഭരനെ കുന്നിന്റെ മുകളിൽ വെച്ച് ശ്വാസം മുട്ടിച്ചു കൊന്ന് അവിടെയുള്ള ആൽമരത്തിന്റെ കൊമ്പിൽ കെട്ടിത്തൂക്കി. പിറ്റേന്ന് നാടുണർന്നത് ഞെട്ടിക്കുന്നൊരു വാർത്ത കേട്ടായിരുന്നു. വിശ്വംഭരൻ തമ്പി ചത്തു കുത്തിയിരിക്കുന്നു. ആ മരണവാർത്ത ശരിക്കും അവരുടെയൊക്കെ പ്രതികരിക്കാനുള്ള അവകാശത്തിനേറ്റ അടിയായിരുന്നു. ശരിക്കും അയാൾ ചത്തു കുത്തിയതല്ലായിരുന്നു. പോലീസുകാർക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു അത്. ഇരുട്ടത്ത് കൊന്ന് കെട്ടിത്തൂക്കിയപ്പോൾ കൊമ്പിന്റെ ഉയരവും കയറിന്റെ നീളവും അവർ ശ്രദ്ധിച്ചു കാണില്ല. അതുകൊണ്ട് അവർ കുന്നിറങ്ങിയപ്പോൾ തന്നെ ആ കെട്ട് ലൂസായി. അല്ലെങ്കിൽ കയറിന്റെ നീളം കൂടിയിട്ട്, അതുമല്ലെങ്കിൽ കൊമ്പിന്റെ ഉയരം കുറവായതുകൊണ്ട് ഈ മൂന്നിലൊരു കാര്യം കൊണ്ട് ശവം കുത്തിയിരിക്കുന്ന അവസ്ഥയിലായതായിരിക്കും. എന്തായാലും ആ മരണത്തോടെ ഈ നാട്ടിലെ തമ്പികളുടെ ശത്രുക്കളുടെ നാവടങ്ങി. ഏതോ മന്ത്രവാദിയൊക്കെ കൊണ്ടുവന്ന് പരിഹാരക്രിയയൊക്കെ മുൻകൂറായി ചെയ്ത് സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷയും രാഘവൻ തമ്പി ഉറപ്പുവരുത്തി. വിചിത്രമായ രീതിയിൽ ഒരു ശവമിരുന്ന കുന്നായതുകൊണ്ട് അതിന് പിന്നീട് ആളുകൾ ചത്തുകുത്തിയിരുന്ന കുന്നെന്ന് വിളിച്ചു. പിന്നെ അത് എങ്ങനെയോ കുത്തിച്ചത്ത കുന്നെന്നായി. കലുങ്കിന്റെ അടിയിൽ കണ്ട പെൺകുട്ടിയെപ്പറ്റി പിന്നീട് പല കഥകളും നാട്ടിൽ പ്രചരിച്ചു. അതിൽ എനിക്ക് സ്ട്രൈക്കായി തോന്നിയ കഥ ഒരു ലവ് സ്റ്റോറിയാണ്. വിശ്വംഭരന്റെ കാമുകിയായിരുന്നു ആ പെണ്ണെന്നും പട്ടണത്തിൽ നിന്ന് അയാളെ തിരക്കി വന്നപ്പോൾ തമ്പികൾ കൊന്നതാണെന്നുമുള്ള കഥ. രാമനെയും സീതയും പോലെ പിരിഞ്ഞിരുന്നവരാണ് അവരെന്നുമുള്ള ഉപമകളൊക്കെ കുറെ കാലം നാട്ടിൽ പ്രചരിച്ചു. അങ്ങനെ നാട്ടുകാർ ആ പെണ്ണിനെ സീതയെന്ന് വിളിച്ചു. അവൾ കൊല്ലപ്പെട്ട് കിടന്ന സ്ഥലത്തെ സീത കലുങ്കെന്നും. കെവിനും മനീഷും അത്ഭുതത്തോടെ സഞ്ജനയുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇത്രയും കാലം കൂടെ നടന്നിട്ടും നീ ഞങ്ങൾക്ക് ഈ കഥകളൊന്നും പറഞ്ഞു തന്നില്ലല്ലോടി വെള്ളപ്പാറ്റേ. ആവശ്യക്കാർ ചോദിച്ചറിയണം, അല്ലാണ്ട് പിന്നെ. ഗമയോടെ ഷർട്ടിന്റെ കോളർ വലിച്ചിട്ടുകൊണ്ട് അവൾ കെവിന്റെ ചോദ്യത്തിന് മറുപടി നൽകി. അതെ, സ്വന്തം നാടിന്റെ ചരിത്രം നമ്മൾ എന്നും അറിഞ്ഞിരിക്കണം. എഴുതപ്പെട്ട ചരിത്രം നാടിനെ മഹത്തരമാക്കുമ്പോൾ കേട്ടറിയുന്ന ചരിത്രം, അതായത് യഥാർത്ഥ ചരിത്രം, അതെന്നും ഒരുപാട് വൃത്തികെട്ടതുമായിരിക്കും. അപ്പോ എല്ലാരും കാറി കയറിക്കോ, ചരിത്ര ക്ലാസ്സൊക്കെ കഴിഞ്ഞു. സാന്ദ്രയുടെ പ്രശംസ സഞ്ജനയ്ക്ക് ഓസ്കാർ കിട്ടിയ അനുഭവമായിരുന്നു നൽകിയത്. അവൾ ബോണറ്റിൽ നിന്ന് ചാടിയിറങ്ങി കാറിന്റെ മുൻസീറ്റിലേക്ക് കയറി. എനിക്കൊരു സംശയം. എന്നാലും നമ്മൾ പിടിച്ചവരെ തട്ടിക്കൊണ്ടുപോയത് ആരായിരിക്കും ചേച്ചി? നിന്റെ സംശയത്തിന് ഉത്തരം നമ്മുടെ വണ്ടിക്ക് കുറച്ച് പിന്നിലായി നിൽപ്പുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ആ മരങ്ങൾക്കിടയിൽ രണ്ടുപേരെ. റിയർവ്യൂ മിറർ തിരിച്ച് അതിലൂടെ പിന്നിലേക്ക് നോക്കിക്കൊണ്ട് സാന്ദ്ര പറഞ്ഞതും കൂട്ടുകാർ മൂവരും പൊടുന്നനെ തലതിരിച്ച് പിന്നിലെ റോഡിന് ഇരുപുറവും നിന്ന മരങ്ങൾക്കിടയിലേക്ക് നോക്കിക്കൊണ്ട് ഒരേ സ്വരത്തിൽ മെല്ലെ പറഞ്ഞു, ബാലചന്ദ്രൻ തമ്പി. അയാൾ എന്തിനാടാ നമ്മുടെ പുറകെ? എന്റെ പൊന്നു സഞ്ജു, ഇത് കളി വേറെയാ. കെവിന്റെ മറുപടിയിൽ തൃപ്തി വരാതെ സഞ്ജന സാന്ദ്രയെ നോക്കി. നിന്റെ വീട്ടിലേക്ക് വന്നത് മുത്തശ്ശിയെ കാണാനായിരുന്നു. പക്ഷേ കണ്ടതോ ചെറുമകളെയും. ആയിഷ താത്തയുടെ മരണരഹസ്യം തേടിയല്ല ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. പക്ഷേ അതറിയാതിരിക്കാൻ എന്റെ മനസ്സ് സമ്മതിച്ചതുമില്ല. ഇപ്പോൾ ഞാൻ അത് ഓർത്തു ദുഃഖിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക് നേരിടേണ്ടിയിരുന്ന അപകടം ഇപ്പോൾ നിങ്ങളെയും വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിപ്പോ കേസ് അന്വേഷണമല്ല, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ചേച്ചി എന്തൊക്കെയായി പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അത് പറയുമ്പോൾ അനീഷിന്റെ ശബ്ദത്തിൽ പരിഭവം കലർന്നിരുന്നു. ഓ, എളുപ്പത്തിൽ പറഞ്ഞാൽ ഈ കേസ് തീർത്തില്ലെങ്കിൽ ചിലപ്പോ നമ്മൾ 4 പേരുടെയും ശവങ്ങൾ സീതക്കലിങ്ങിന്റെ അടിയിൽ കിടക്കും. സാന്ദ്ര പറഞ്ഞത് കേട്ട് കെവിനും മനീഷും തരിച്ചിരുന്നു. ഓ പൊളി. ഞാൻ വന്ന് കയറിയപ്പോൾ മുതൽ കാര്യങ്ങളൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണല്ലോ പോണത്. അപ്പൊ ഇനി നമ്മളൊരു ടീം. സഞ്ജനയുടെ ഭ്രാന്തമായ അലർച്ച കേട്ട് അനീഷും കെവിനും ഞെട്ടലോടെ പറഞ്ഞു. അവൾക്ക് ശരിക്കും വട്ടാടാ. സഞ്ജന തിരിഞ്ഞ് കൂട്ടുകാരെ ഇടിക്കാൻ കയ്യൊങ്ങിയതും സാന്ദ്രയുടെ കാല് കാറിന്റെ ബ്രേക്കിൽ അമർന്നു. ചൂണ്ടുവിരൽ ചുണ്ടോട് ചേർത്ത് മിണ്ടരുതെന്ന് ആംഗ്യം കാട്ടിയ ശേഷം സാന്ദ്ര ഫോണെടുത്ത് ചെവിയോട് ചേർത്തു. കെവിനും മനീഷും സഞ്ജനയും നിശബ്ദരായി ഫോണിന്റെ മറുതലയ്ക്കിൽ നിന്നുള്ള ശബ്ദം ശ്രവിക്കാൻ ശ്രമിച്ചു.
10 ഇതാകെ പണിയാണല്ലോ. സാന്ദ്ര അല്പനേരം നിശബ്ദയായി ശ്രവിച്ചതിന് ശേഷം തുടർന്നു. 2 ആഴ്ചയ്ക്ക് മുന്നേയുള്ളത് മാത്രം മതി. അടുത്തുള്ള സ്റ്റേഷനിലും വിവരമറിയിച്ചേക്ക്. എത്രയും പെട്ടെന്ന് വേണം. ഓക്കെ, നാളെ സ്റ്റേഷനിൽ കാണാം. ഫോണ് കട്ട് ചെയ്ത് തിരികെ പോക്കറ്റിലേക്കിട്ട ശേഷം സാന്ദ്ര തന്റെ കൂടെയുള്ളവരെ നോക്കി. എന്താണ് കാര്യമെന്നറിയാനുള്ള ആകാംക്ഷ അവരുടെ മുഖത്ത് വിളങ്ങി നിന്നിരുന്നു. ഇറങ്ങിക്കോ, വീടെത്തി. സാന്ദ്രയുടെ വാക്കുകളിലെ ഉന്മേഷമില്ലായ്മ അവരിലേക്കും പടർന്നു തുടങ്ങിയിരുന്നു. മൂവരും മനസ്സില്ലാ മനസ്സോടെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി താത്തക്കടവിന്റെ പടിക്കെട്ടുകളിൽ ഇരിപ്പുറപ്പിച്ചു. കാറ് പാർക്ക് ചെയ്ത ശേഷം അവർക്കരികിൽ ചെന്ന് പുഴയിലേക്ക് തന്നെ നോക്കി നിന്നു. സുന്ദരിപ്പുഴയുടെ ഓളങ്ങൾ അവരുടെ മൗനത്തിന് മേമ്പടി എന്നോണം താളം തുള്ളിക്കൊണ്ടിരുന്നു. മിസ്സിംഗ് കേസുകൾ ഒരുപാടുണ്ട് സ്റ്റേഷനിൽ. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് മാത്രമില്ല. പിന്നെ ചെയ്യാവുന്നൊരു പണി, അടുത്തുള്ള എല്ലാ സ്റ്റേഷനുകളിലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ കേസും എടുത്ത് സൂപ്പർ ഇമ്പോസിഷൻ ചെയ്തു നോക്കണം. എന്തായാലും നമുക്ക് കുറച്ചു ദിവസം കാത്തിരിക്കേണ്ടി വരും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കേസ് നല്ല രീതിക്ക് തീരുമെന്ന്? സാന്ദ്രയുടെ ചോദ്യം അവരിലെ ആശങ്ക വർദ്ധിപ്പിക്കാനേ ഉപകരിച്ചുള്ളൂ. റേപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ സെമൻ ടെസ്റ്റ് നോക്കാവുന്നതല്ലേ? സാന്ദ്ര മെല്ലെ കുനിഞ്ഞ് സഞ്ജനയുടെ തോളുകളിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞു. നടക്കില്ല. 2 ആഴ്ച വെള്ളത്തിൽ കിടന്ന ശരീരമാണത്. ഒരുപക്ഷെ വെട്ടിമുറിക്കാതിരുന്നെങ്കിൽ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ നമുക്ക് കിട്ടിയ ശരീരം, ആ ശരീരത്തിന് പറയാൻ അധികം കഥകളൊന്നും കാണില്ല. ഇതൊരു പെർഫെക്റ്റ് ക്രൈം ആണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. ഇതിപ്പോ കൊന്നത് ആരാണെന്നൊക്കെ ഏകദേശ ധാരണയുണ്ട്. പിന്നീതെങ്ങനെ പെർഫെക്റ്റ് ക്രൈം ആകും? അനീഷിന്റെ ചോദ്യത്തിൽ തന്നെയുണ്ട് പെർഫെക്റ്റ് ക്രൈമിനെ കുറിച്ചുള്ള അബദ്ധ ധാരണകൾ. കുറ്റം ചെയ്തിട്ട് പിടിക്കപ്പെടാതിരിക്കാൻ ആരെക്കൊണ്ടും പറ്റും. സുകുമാരക്കുറുപ്പ് തന്നെ വലിയൊരു ഉദാഹരണമല്ലേ? പക്ഷേ കുറുപ്പ് പോലീസിന്റെ കയ്യിൽ പെട്ടിരുന്നെങ്കിൽ അയാൾക്ക് ശിക്ഷ ലഭിക്കില്ലായിരുന്നു. മൂവരും സാന്ദ്രയെ നോക്കി തലയാട്ടി. അവൾ അവരെ കടന്ന് പടിക്കെട്ടുകൾ ഇറങ്ങാൻ തുടങ്ങി. ആ മൂവർ സംഘം എഴുന്നേറ്റ് അവളെ അനുഗമിക്കാൻ ആരംഭിച്ചു. അതായത് പെർഫെക്റ്റ് ക്രൈമിൽ കുറ്റവാളി പിടിക്കപ്പെട്ടാലും അയാൾക്ക് ശിക്ഷ ലഭിക്കില്ല. നിരപരാധി എന്ന ചട്ടവും വാങ്ങി അയാൾ ഇറങ്ങിപ്പോരും. സസ്പെക്ട് എക്സ് എന്നൊരു ജാപ്പനീസ് പടമുണ്ട്. സമയം കിട്ടുമ്പോൾ അതൊന്ന് കണ്ടു നോക്ക്. ചേച്ചി, പിന്നെന്തിനാ ആ മരം വെട്ടുകാരെ പിടിച്ചത്? ന്യായമായ ചോദ്യമാണ് ഗിവിനി. അവരുടെ ചെയിൻസോ കാണാതായതും ശവത്തിന്റെ പഴക്കവും ഏകദേശം ഒന്നുതന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു സംശയം തോന്നി പൊക്കിയതാ. പിന്നീട് അവരെ ആരോ രക്ഷിച്ചപ്പോൾ ആ ചെയിൻസോയ്ക്ക് ഈ കേസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു. ആ ചെയിൻസോ കിട്ടാതെ അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരെയെന്നല്ല, ഇതിനു പിന്നിലുള്ള ആരെയും. അപ്പോൾ ആ നാറിയ കുടുംബം രക്ഷപ്പെടുമല്ലേ? പുലമ്പിക്കൊണ്ട് അമർഷത്തോടെ സഞ്ജന കൽപ്പടവുകളിൽ അമർത്തി ചവിട്ടി. മർഡർ വെപ്പണില്ല, തെളിവുകളില്ല. അതിന്റെ ധൈര്യത്തിലാ ആ തമ്പിക്കുഞ്ഞുങ്ങൾ നമ്മുടെ പിന്നാലെ നടക്കുന്നത്. ഇനിയിപ്പോ മരിച്ചതാരാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അതുവരെ തമ്പികൾ നമ്മുടെ പിന്നാലെ നടക്കട്ടെ. സംസാരം നിർത്തിയ ശേഷം മുന്നിലേക്ക് കുനിഞ്ഞ് പുഴയിൽ നിന്ന് അല്പം വെള്ളം കൈക്കുമ്പിളിലെടുത്ത് സാന്ദ്ര വെള്ളം തന്റെ മുഖത്തേക്ക് തളിച്ചു. ചേച്ചി, എനിക്കൊരു ഐഡിയ തോന്നുന്നു. ഇത്രയും നേരം നമ്മുടെ പിന്നാലെ നടന്നവരുടെ പിന്നാലെ നമുക്കൊന്ന് നടന്നു നോക്കിയാലോ? സഞ്ജനയുടെ ആശയം കേട്ട് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം സാന്ദ്ര തിരികെ പുഴയിലേക്ക് ഉറ്റുനോക്കി. സുന്ദരിപ്പുഴ തന്റെ മക്കളിലൊരുവളുടെ ആശയം കേട്ട് ആവേശത്തോടെ കൈയടിക്കുന്നതായി സാന്ദ്രയ്ക്ക് തോന്നി. അവൾ പുഴയെ നോക്കി അത്യുച്ചത്തിൽ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പ്രിയ കൂട്ടുകാരെ, ഈ കഥയുടെ അവസാന ഭാഗം അടുത്ത ദിവസം വരുന്നതായിരിക്കും. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.